അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സുഹൃത്തുക്കളെ, നമ്മുടെ പ്രിയ സഹോദരൻ മുജാഹിദ് ബാലുശ്ശേരി പ്രമേഹ സംബന്ധമായ അസുഖം കാരണം കുറച്ച് പ്രയാസത്തിലാണെന്നും ആശുപത്രിയിൽ ചികിത്സയിലാണെന്നും എല്ലാവർക്കും അറിയാം. അള്ളാഹു അദ്ദേഹത്തിൻ്റെ അസുഖം പൂർണ്ണമായും ഭേദമാക്കി കൊടുത്ത് പൂർണ്ണ ആരോഗ്യത്തോടു കൂടി തൗഹീദി പ്രബോധന രംഗത്തേക്ക് തിരിച്ചു വരാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്തരമൊരു സാഹചര്യത്തിൽ തലച്ചോറില്ലാത്ത കുറച്ച് കാന്തപുരം ഭക്തന്മാരും കുറച്ച് മുറിമൊല്ലമാരും സോഷ്യൽ മീഡിയയിൽ കിടന്ന് അത് ആഘോഷിക്കുകയാണ്. അവർ പറയുന്നത്, ഒരു വർഷം മുമ്പ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അസുഖമായി ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ മുജാഹിദ് ബാലുശ്ശേരി അതിനെ പരിഹസിച്ചു, ട്രോളി. അതിൻ്റെ കുരുത്തക്കേടാണ് ഇപ്പോൾ ബാലുശ്ശേരി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് അവരുടെ പ്രചണ്ഡമായ പ്രചരണം. സത്യത്തിൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ആശുപത്രിയിൽ കിടന്നപ്പോൾ മുജാഹിദ് ബാലുശ്ശേരി അടക്കമുള്ള പല പ്രബോധകന്മാരും അതിനെ വിമർശിച്ചിട്ടുണ്ട്. പക്ഷെ അത് പരിഹസിച്ചതാണോ, ട്രോളിയതാണോ, എന്തായിരുന്നു ആ വിമർശനത്തിൻ്റെ പിന്നിലുള്ള ചേതോവികാരം? അതെല്ലാം ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യും. ആദ്യമായി ബാലുശ്ശേരിയുടെ അസുഖത്തെക്കുറിച്ച് ഒരു മൊല്ല പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കുക. മുജാഹിദ് ബാലുശ്ശേരി ഗുരുതരമായ രോഗം ബാധിച്ച് അത്യാസന്ന നിലയിലാണ്. സംസാരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ്. നട്ടെല്ലിന് പ്രശ്നമുണ്ട്, മറ്റു പല പ്രയാസങ്ങളൊക്കെയുണ്ട്. ശരീരമാസകലം വേദനയാണെന്നാണ് അദ്ദേഹം അറിയിച്ചിട്ടുള്ളത്. ഈ വേളയിൽ കാന്തപുരം ഉസ്താദിനോട് മാപ്പ് ചോദിക്കുന്നു. ഈ അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയിൽ പൊട്ടിമുളച്ച വിഷക്കൂണായ ഒരു മുറിമുല്ലയാണിത്. ഇയാളുടെ ഓരോ വീഡിയോയും കളവിന്റെ കൂമ്പാരാണ്. വീഡിയോയുടെ തംബ്നെയിൽ തന്നെ കളവായിരിക്കും. ഈ പ്രസംഗത്തിൽ ഇയാൾ പറയുന്നത് മുജാഹിദ് ബാലുശ്ശേരി അസുഖം വന്ന ഈ സാഹചര്യത്തിൽ കാന്തപുരത്തിനോട് മാപ്പ് പറഞ്ഞു എന്നുള്ളതാണ്. പച്ച കളവ് പറഞ്ഞിട്ട് അയാൾ തുടങ്ങുന്നത്. എവിടെയോ മുജാഹിദ് ബാലുശ്ശേരി കാന്തപുരത്തിനോട് മാപ്പ് പറഞ്ഞത്? ഇയാൾക്ക് ഏത് ശൈത്താനാണ് ഇൽഹാം ഇട്ട് കൊടുത്തത്? മാപ്പ് പറയേണ്ട കുറ്റം എന്താണ് മുജാഹിദ് ബാലുശ്ശേരി ചെയ്തത്? മുജാഹിദ് ബാലുശ്ശേരി കാന്തപുരത്തിന്റെ സ്ഥലത്തിന്റെ അതിര് നീക്കിയിട്ട് 10 സെന്റ് സ്ഥലം കവർന്നെടുത്തോ? അത് കാന്തപുരത്തിനോട് വ്യക്തിപരമായിട്ട് എന്തെങ്കിലും ചെയ്തോ? അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലല്ലേ മാപ്പ് പറയേണ്ട കാര്യമുള്ളൂ. ഒരാളോടുള്ള ആദർശപരമായ വിയോജിപ്പ്, അതിനെക്കുറിച്ചുള്ള പ്രതികരണം, ആ പ്രതികരണത്തിനെ കുറിച്ച് എന്തിനാണ് മാപ്പ് പറയേണ്ടത്? അങ്ങനെ കാന്തപുരം ആരോടൊക്കെ മാപ്പ് പറയേണ്ടി വരും? കാന്തപുരത്തിന്റെ അനുയായികൾ ആരോടൊക്കെ മാപ്പ് പറയേണ്ടി വരും? സകല ഉസ്താദുമാരെയും ധിക്കരിച്ചും തെറി പറഞ്ഞിട്ടുള്ള ഒരു വേറെ സംഘടന ഉണ്ടാക്കിയത്, കാഫർ വരെ ആക്കിയിട്ട് സ്വന്തം ഉസ്താദിനെ കാഫറാക്കിയ നേതാക്കന്മാരാണ് പല കൂടുതലുണ്ടായിരുന്നത്. ഇവരെ ഉസ്താദുമാരെ കുറിച്ച് ഇവർ എന്തൊക്കെ തോന്നിയാസം സമൂഹത്തിൽ പറഞ്ഞിട്ടുണ്ട്, അതിക്ക് ഞാൻ വരും ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇച്ചങ്ങായി പച്ച കളവ് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. ഇയാളൊരു മുസ്ലിയാരാണ്, ഒരു ഉസ്താദാണ്. പിന്നെ അനുയായികളെ കാര്യം പറയണ്ടല്ലോ, തീർന്നില്ല, ഇയാൾ വീണ്ടും പറയട്ടെ. മുജാഹിദ് ബാലുശ്ശേരിക്ക് ഗുരുതരമായ രോഗമാണ്, അത്യാസന്ന നിലയിലാണ് എന്ന് കേട്ടപ്പോൾ ഞങ്ങളാരും സന്തോഷിച്ചില്ല. ഞങ്ങൾക്കാർക്കും തന്നെ അദ്ദേഹത്തെ ട്രോളണമെന്ന് തോന്നിയിട്ടില്ല. കാരണം ഷെയ്ഖുന കാന്തപുരം ഉസ്താദാണ് ഞങ്ങളുടെ നേതാവ്. ഷെയ്ഖുന കാന്തപുരം ഉസ്താദ് ആശുപത്രിയിലായപ്പോൾ മുജാഹിദ് ബാലുശ്ശേരിയുടെ നേതൃത്വത്തിൽ വഹാബികൾ നിറഞ്ഞാടുകയും സന്തോഷിക്കുകയും കാന്തപുരം ഉസ്താദിനെ ട്രോളുകയും ചെയ്തു. എന്താ ഇയാള് പറഞ്ഞത്? കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ആശുപത്രിയിലായപ്പോൾ മുജാഹിദ് ബാലുശ്ശേരിയുടെ നേതൃത്വത്തിൽ അതിനെ പരിഹസിക്കുകയും ട്രോളുകയും നിറഞ്ഞാടുകയും ചെയ്തു എന്നുള്ളതാണ്. ആരോടോ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ആശുപത്രിയിലായ സമയത്ത് അയാൾ ട്രോളിയത്? ഞങ്ങളാരും ട്രോൾ ചെയ്തിട്ടില്ല, ഞങ്ങൾ വിമർശിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട്? അതിലേക്ക് നമ്മൾ വരും ഇൻഷാ അല്ലാഹ്. അതിനു മുമ്പ് മുജാഹിദുകൾ മാത്രമാണോ ആ വിഷയത്തെ വിമർശിച്ചത്? അല്ല, സമസ്തയുടെ ഉന്നത നേതാക്കന്മാർ പോലും കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ വളരെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കിടക്കുമ്പോൾ ആ വിഷയത്തിനെ ചർച്ചയാക്കിയിട്ടുണ്ട്. എന്തുകൊണ്ട്? മുജാഹിദുകൾ എന്തുകൊണ്ടാണ് അതിനെ വിമർശിക്കാൻ കാരണം? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ എന്ന് പറഞ്ഞ പച്ചയായ കേവലം ഒരു മനുഷ്യനാണ്. ഈ പറയപ്പെട്ട കാന്തപുരം അബൂബക്കർ മുസ്ലിയാർക്കും കാന്തപുരത്തുള്ള ഏതെങ്കിലും ഒരു അയമുട്ടിയാക്കാക്കും ഒരേ പ്രിവിലേജാണ് മുജാഹിദുകൾ കൊടുക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചത് രണ്ടും കണക്കാണ്, രണ്ടും അല്ലാഹുവിന്റെ ഒരേ സൃഷ്ടി മാത്രമേ ഉള്ളൂ. പക്ഷെ അനുയായികൾ കണക്കാക്കുന്നത് അങ്ങനെയല്ല. അനുയായികൾ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെ കുറിച്ച് വാത്തോരാതെ വാഴ്ത്തി പറയുന്നത് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ എന്ന് പറഞ്ഞ ഔലിയാക്കളിൽപ്പെട്ട ഒരാളാണെന്നാണ്. മനസ്സിലായോ? ഔലിയാക്കളുടെ നേതാക്കന്മാരിൽപ്പെട്ട ഒരാള്, വല്ല ഷൂറിയിൽ പങ്കെടുക്കുന്ന ആളെന്നുള്ളതാണ്. ഇനി കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ മരിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ രീതിയിൽ ഇവർ കൊണ്ടുപോയി വെക്കുന്നുള്ളത് ഇൻഷാ അല്ലാഹ് കാത്തിരുന്ന് കാണാം. അപ്പൊ അത്തരത്തിലുള്ള കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഒരുപാട് കറാമത്തിന്റെ ഉടമയാണെന്നാണ് അവരുടെ വാദം. ഒരുപാട് അസുഖങ്ങൾ മാറ്റിക്കൊടുക്കുന്ന ആള്, ഒരു നോട്ടം കൊണ്ട്, ഒരു തടവൽ കൊണ്ട്, ഒരു സ്പർശനം കൊണ്ട്, ഒരു ദർശനം കൊണ്ടൊക്കെ എല്ലാ മാരകമായ അസുഖങ്ങൾ മാറ്റിക്കൊടുക്കുന്ന ആളാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ. അതുപോലെ തന്നെ നിരവധി മാരകമായ അസുഖങ്ങൾ
വൈദ്യശാസ്ത്രം സമ്പൂർണമായും കൈയൊഴിഞ്ഞ് ഇനി ചികിത്സയില്ല, മരണം മാത്രമേ രക്ഷയുള്ളൂ എന്ന് വിധി എഴുതിയ പല അസുഖങ്ങളും ഇവരുടെ CM മടവൂരടക്കമുള്ള ഔലിയാക്കൾ എന്ന് പറയുന്ന ആളുകൾ, ഇവരുടെ പല മക്കാമുകളും ആ മക്കാമുകളുടെ കറാമത്ത് കൊണ്ട്, ഇവരുടെ ഔലിയാക്കന്മാരുടെ കറാമത്ത് കൊണ്ട് സഡൻലി സുഖപ്പെട്ട നൂറുകണക്കിന് അനുഭവങ്ങൾ നിരന്തരം ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഇവർ, ഈ കാന്തപുരം അടക്കമുള്ള ആളുകൾ. അങ്ങനെയുള്ള കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ സ്വന്തം ശരീരത്തിന് ഒരു രോഗം വന്നപ്പോൾ എന്തിന് ആശുപത്രിയിൽ പോയി എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം. ഒരു മനുഷ്യന് അസുഖം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് മാറാനുള്ള ഓപ്ഷനാണ് നമ്മളൊക്കെ തിരഞ്ഞെടുക്കുക. പെട്ടെന്ന് മാറണം, പൂർണ്ണ ആരോഗ്യം തിരിച്ചു കിട്ടണം. നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും. അതിനു പുറമെ ഹലാലായ ചികിത്സകൾ സ്വീകരിക്കും. ആ ഹലാലായ ചികിത്സയിൽ തന്നെ ഏറ്റവും ബെറ്ററായ ചികിത്സ ഏതാ, ഏറ്റവും പെട്ടെന്ന് മാറുന്ന ചികിത്സ ഏതാ, അതാണ് നമ്മൾ തിരഞ്ഞെടുക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ജാറത്തിലുള്ള ചികിത്സയും ഔലിയാന്റെ അടുത്തുള്ള ചികിത്സയൊക്കെ ഹലാലായ ചികിത്സയാണ്. അത് ഏറ്റവും പെട്ടെന്ന് മാറുന്ന ചികിത്സയുമാണ്. ഒരു വലിയന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ, ഒരു ജാറത്തിൽ പോയി കഴിഞ്ഞാൽ അള്ളാഹിനോട് ചോദിക്കുന്നതിനെക്കാട്ടും പെട്ടെന്ന് ഉത്തരം കിട്ടും, പെട്ടെന്ന് സുഖം ലഭിക്കും എന്ന് നിരന്തരം വായിട്ടലക്കുന്ന ഇവർക്കൊരു അസുഖം വന്നപ്പോൾ എന്തിന് ഇത്തരം കേന്ദ്രങ്ങൾ ഒഴിവാക്കി ആശുപത്രിയിൽ പോയി എന്നാണ് ഞങ്ങൾ ചോദിച്ചത്. ആ ചോദ്യം ന്യായമല്ലേ? ആ ചോദ്യത്തിന് മറുപടി അന്ന് നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇതാണോ ട്രോളല്? ഇത് കാന്തപുരത്തിന്റെ അനുയായികളല്ലാത്ത പുറത്തു നിൽക്കുന്ന കേവല ബുദ്ധിയുള്ള ഏതൊരു മനുഷ്യന്റെയും തലച്ചോറിൽ വരുന്ന ചോദ്യമല്ലേ ചങ്ങായി? ഇനിയും ചോദിക്കും ഞങ്ങള്. നിങ്ങളുടെ മാറാരോഗങ്ങൾ മാറ്റുന്ന നിങ്ങളുടെ ഒറ്റമൂലികളായ ജാറങ്ങൾ നിലവിലിരിക്കെ നിങ്ങൾ എന്തിന് ആശുപത്രിയിൽ പോകുന്നു എന്ന ചോദ്യം അത് ഇനിയും ചോദിക്കും. ഇനി കാന്തപുരത്തിന് അസുഖം വന്ന് ആശുപത്രിയിലാക്കിയ ഇനിയും ഞങ്ങൾ ചോദിക്കും. കാരണം ആ ചോദ്യം ന്യായമാണ്. എന്നിട്ട് ഇപ്പൊ ഈ ചങ്ങായി ചോദിക്കുകയാണ്, ഇയാളെ പോലത്തെ ആളുകൾ ചോദിക്കുകയാണ്, രോഗം വന്നാൽ ചികിത്സ വേണ്ടെന്ന് ആരോടോ പറഞ്ഞു കേട്ടോ. രോഗം വന്നാൽ ചികിത്സിക്കണം, ചികിത്സ വേണമെന്നല്ലാതെ ആരെങ്കിലും വേണ്ട എന്ന് പറയുമോ പോയത്തക്കാരൻ മുജാഹിദ് ബാലുശ്ശേരി? ഏയ്, എന്താ ഓന്റെ ചോദ്യം? അണ്ണാക്കം കുറിപ്പിച്ച് മസിലും കുടിച്ചിരുന്ന് വടി പോലെ അങ്ങനെ ഇരുന്നിട്ട് ചോദിക്കണോ രോഗം വന്നാൽ ചികിത്സിക്കണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പോയത്തക്കാരൻ മുജാഹിദ് ബാലുശ്ശേരി? ഓൻ ചോദിക്കാണ്. എടോ, ബുദ്ധി അന്തുള്ള ഒരു മനുഷ്യനത് ചോദിക്കൂ പറയില്ല രോഗം വന്നാൽ ചികിത്സിക്കണ്ടെന്ന്. കാരണം ഇസ്ലാം പറഞ്ഞാണ് രോഗം വന്നു കഴിഞ്ഞാൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം ആത്മാർത്ഥമായിട്ട്. അതിന്റെ കൂടെ ഇസ്ലാം അനുവദിച്ച അനുവദനീയമായ ചികിത്സകൾ സ്വീകരിക്കണം. അത് എല്ലാ കാലത്തും മുജാഹിദുകൾ ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പക്ഷെ രോഗം വന്നാൽ ചികിത്സിക്കണ്ട എന്ന് പറയുന്ന ചില പോയത്തക്കാർ നിങ്ങളെ കൂട്ടത്തിലുണ്ട്. അതിൽപ്പെട്ട 1-ാം നമ്പർ പോയത്തക്കാരനാണ് നിങ്ങളെ മടവൂര്. എത്ര ആളുകളോട് മുമ്പ് പറഞ്ഞിട്ടുണ്ട് ചികിത്സ വേണ്ട, മരുന്ന് വേണ്ട, ഓപ്പറേഷൻ വേണ്ട, കത്തി വെക്കണ്ട. എത്ര ആൾക്കാട് പറഞ്ഞിട്ടുണ്ട് വേണ്ട? ഈ സാക്ഷാൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാര് ഇയാള് പറഞ്ഞിട്ടില്ലേ രോഗം വന്ന ആളോട് ചികിത്സ വേണ്ടെന്ന്? കേട്ടോക്കി. ഈ പെരുമുഖം ഹംസം മുസ്ലിയാർ മരിച്ചുപോയി, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ അടുത്ത് വന്നു. അദ്ദേഹത്തിന് കുടലിന് ക്യാൻസർ ആയിരുന്നു. ഹനീഫ ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞു പെട്ടെന്ന് ഓപ്പറേറ്റ് ചെയ്തില്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെട്ടു പോകുന്ന പറഞ്ഞു. ഉസ്താദിന്റെ അടുത്ത് പോയി. ഉസ്താദ് പറഞ്ഞു ചെയ്യണ്ട, ഉസ്താദ് പറഞ്ഞു ചെയ്യണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പാപ്പന്റെ അടുത്ത് വന്ന് നേരെ മർക്കസ് നിന്ന് അദ്ദേഹം എന്നോട് പള്ളിയിൽ നിന്ന് പറഞ്ഞതാ. പാപ്പ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നീ മരിച്ചു പോകുന്ന പറഞ്ഞു. നേരെ ഓപ്പോസിറ്റ് ആ ഡോക്ടർമാർ പറഞ്ഞത്, ചെയ്തില്ലെങ്കിൽ മരിക്കും. അപ്പൊ പാപ്പ അത് പറഞ്ഞപ്പോ അദ്ദേഹം വേണ്ടാന്ന് വെച്ചു. എബിസാന്റെ വാക്കുകൊണ്ടും തന്റെ കൽബിൽ അങ്ങനെ വന്നിട്ടുണ്ട്. വെള്ളം മന്ത്രിച്ചു കൊണ്ടുപോയി. ഹോസ്പിറ്റലിലും പുറത്തേക്ക് ഒന്നും പോയില്ല. അംസലേറ്റ് എന്നോട് പറയാണ് ഞാൻ ആ വെള്ളം ഇങ്ങനെ ഇടക്കിടക്ക് കുടിക്കും. വെള്ളം കഴിയുമ്പോൾ പാപ്പൻ്റെ അടുത്ത് വന്ന് വെള്ളം മന്ത്രിച്ചു കൊണ്ടുപോയി. 2 മാസം ഈ വെള്ളം കുടിച്ചു. വേറൊരു മരുന്നുമില്ല. കുടല് മുഴുവനും പഴുത്തിട്ടുണ്ട്, ആമാശയം പഴുത്തിട്ടുണ്ട്, മറ്റേ വൻകുടൽ പഴുത്തിട്ടുണ്ട്, മൊത്തം പഴുത്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട പാപ്പ മന്ത്രിച്ച ആ വെള്ളം പാപ്പ കൂടുതലൊന്നും ചൊല്ലാറില്ല. ആ നാവിന്ന് വരുന്ന ആ നഫ്ഹ് തന്നെ ശിഫയായിരുന്നു. എല്ലാവർക്കും അറിയാം. ഉസ്താദ് അയാൾക്ക് കുടലിൽ ക്യാൻസർ വന്നിട്ട് ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്ത് ഒഴിവാക്കണം, അതാണ് ഇതിന് ചികിത്സ. ഡോക്ടർമാർ കണ്ടെത്തിയ ചികിത്സ അതാണ്. ഇവിടുത്തെ ആധുനിക വൈദ്യശാസ്ത്രം കണ്ടെത്തിയ ചികിത്സ അതാണ്. അപ്പൊ കാന്തപുരം പറഞ്ഞു വേണ്ട, ഓപ്പറേഷൻ വേണ്ട. അപ്പോൾ ഒരു ഡോക്ടർ ഒരു അസുഖത്തിന് ഓപ്പറേഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് അതിന് ചികിത്സ. ആ ചികിത്സ വേണ്ടെന്ന് കാന്തപുരം പറഞ്ഞു. അങ്ങനെ ഉള്ളാൾത്തങ്ങൾ എടുത്ത് പോയിട്ട് പിന്നെ വെള്ളം മന്ത്രിച്ചൂതി കുടിച്ചിട്ട് മാറിയെന്നാണ് പറയണത്. ഇരിക്കട്ടെ, ഇനി ഇത് പറയുമ്പോൾ ഒരു ന്യായം ഉണ്ടാവും. ഉള്ളാൾത്തങ്ങൾ എടുത്ത് പോയി ചികിത്സിച്ചില്ലേ? അപ്പൊ ഞങ്ങളെ ചോദ്യം അതാണ്. ഇങ്ങനെ ഡോക്ടർമാർ ഓപ്പറേഷന് വിധി എഴുതിയ പല അസുഖങ്ങളും
നിങ്ങളുടെ ഒരു നോട്ടം കൊണ്ട്, നിങ്ങളുടെ ഒരു ഊത്തുകൊണ്ട്, നിങ്ങളുടെ ഒരു സ്പർശനം കൊണ്ട്, നിങ്ങളുടെ ഒരു മുറുക്ക് വെള്ളം കൊണ്ട് മാറുന്ന വലിയ വലിയ ഹോജാക്കന്മാർ, വലിയ വലിയ ഇന്റർനാഷണൽ ഡോക്ടർമാർ നിങ്ങളെ കൂട്ടത്തിലുണ്ടാകുമ്പോൾ എന്തിനാ കാന്തപുരം ഹോസ്പിറ്റലിൽ പോയത്? ഇവിടെയാണ് ഞങ്ങളുടെ ചോദ്യം പ്രസക്തമാകുന്നത്. ഇത് ട്രോളല്ല, ഇതൊരു സാമാന്യ ബുദ്ധിയുടെ ചോദ്യമാണ്. ഇതേ ഞങ്ങൾ ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ ഇത് ഒരു വ്യക്തിയോട് കാന്തപുരം പറഞ്ഞത്. ഇനി ഇയാളുടെ ഈ കാന്തപുരത്തിന്റെ കുടുംബത്തിലുണ്ടായ ഒരു അസുഖത്തിന് ജാറത്തങ്ങ് പോയിട്ട് ഓപ്പറേഷൻ ചെയ്തൊക്കെ കഥ ഫേമസ് ആണ്. ഒന്നും അവിടെ കേട്ടു നോക്കി. ഞങ്ങളുടെ കുടുംബത്തിൽ എൻ്റെ ഭാര്യയുടെ അനുജത്തിയെ കെട്ടിയ ഭർത്താക്കന്മാർക്കും ഞങ്ങൾക്കെല്ലാവർക്കും ഒരു വലിയ വിഷമമുണ്ടായി. സെഹ്റ് കൊണ്ട് സഹിക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നു ഒരിക്കൽ. അപ്പോൾ സയ്യിദ് സിറാജുദ്ദീൻ തങ്ങളുടെ പേരിൽ വിക്ർ വെച്ചു. അപ്പോൾ അകത്തുണ്ടായിരുന്ന ഒരു സ്ത്രീ ബോധം കെട്ടുപോവുകയും അങ്ങനെ ആ സ്ത്രീയുടെ വയറ് വീർത്ത് ശ്വാസം കിട്ടാതെയായി മരിച്ചു എന്ന് ഏകദേശം കണക്കാക്കിയപ്പോൾ EK മുഹമ്മദ് ദാരിമി നവർ അള്ളാഹു മർക്കലഹു അദ്ദേഹം ഉണ്ടായിരുന്നു അവിടെ. എൻ്റെ ഭാര്യൻ്റെ അനുജത്തിന് കെട്ടിയ ആളാണ് അദ്ദേഹം. അന്നേരക്ക് അദ്ദേഹം ഉണ്ടായിരുന്നു അവിടെ. മൂപ്പര് പറഞ്ഞ് ഇനി അയിലക്കാട് കൊണ്ടുപോകല്ലാതെ നിവൃത്തിയില്ല. അയിലക്കാട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഒരു കാറെടുത്ത് അതിൽ കയറ്റി താമരശ്ശേരി എത്തുമ്പോൾക്ക് കാറിൻ്റെ 3 ടയറും പൊട്ടിപ്പോയി. അവിടുന്ന് വേറെ കാറെടുത്ത് കോഴിക്കോട്ടെത്തുമ്പോൾ അതിൻ്റെ ടയറും പൊട്ടിപ്പോയി. 3ാമത്തെ ഒരു കാറെടുത്ത് എങ്ങനെയോ അവിടെ എത്തുന്നു. എടപ്പാൾ അങ്ങാടിയിലെത്തിയപ്പോൾ ഒരു 100 നായകളുണ്ട് അവിടെ, പോകാൻ സമ്മതിക്കാതെ. എങ്ങനെയോ അതിനെ തട്ടിച്ച് അങ്ങോട്ട് പോയി. അപ്പോൾ ഈ പെണ്ണ് ഹയാത്തായി, മരിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ തന്ന് പെണ്ണിനെ മക്ബറയിലിട്ടിട്ട് അടച്ച് ഞങ്ങൾ പുറത്ത് കാത്തുനിന്ന്. സുബ്ഹാന ജല്ല ജലാലുഹു. ഒരു 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വാതിലിനെ മുട്ടി വിളിക്കുന്നു. അപ്പോൾ നോക്കുമ്പോൾ ഇവിടെ ഒന്നായിട്ട് കീറിയിട്ട് ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. അത് എൻ്റെ അനുഭവം, വേറെ ആരും കേട്ട് പറഞ്ഞതൊന്നുമല്ല. ഇത് മൂപ്പര അനുഭവമാണ്. കേട്ടീമ പറഞ്ഞു എന്നല്ല. മൂപ്പരനെയാണ് ഇതിൻ്റെ 1ാമത്തെ റാവി. മൂപ്പര കുടുംബത്തിൽപ്പെട്ട ഒരു സ്ത്രീക്കുണ്ടായ പ്രയാസം. അങ്ങനെ ആ സ്ത്രീനായിട്ട് ഇങ്ങനെ പോകുമ്പോൾ ടയർ 3 പൊട്ടി. വണ്ടി പിന്നെയും മാറ്റി, പിന്നെയും പൊട്ടി. അങ്ങനെ ടയർ പൊട്ടുക മാറ്റുക. അങ്ങനെ ഉന്തി പോയി. എടപ്പാളെത്തിയപ്പോൾ 100 നായ്ക്കൾ കറക്റ്റ് ഒരു കാറിൽ നിന്നാണ് എണ്ണി മൂപ്പര്. അങ്ങനെ അയിലക്കാട് ജാരത്തിനുള്ളിൽ പോയി കാണ്ടി പെണ്ണിനെ അടച്ചു. 3 മണിക്കൂർ മേജർ സർജറി എടുക്കണം അവിടെ. കുറച്ച് കഴിഞ്ഞപ്പോൾ അയിലക്കാട് ജാരത്തിൻ്റെ ഉള്ളിൽ നിന്ന് വലിയ വലിയ ഡോക്ടർമാർ, ഇന്റർനാഷണൽ ഡോക്ടർ ഉണ്ടല്ലോ, ആ ജാരത്ത് കിടക്കണേ ഓലും അതിൻ്റെ നേഴ്സുമാരും ഒക്കെ പാടെ വന്നിട്ട് അനസ്തേഷ്യൊക്കെ കൊടുത്ത് സർജറിയൊക്കെ കഴിഞ്ഞ് നെഞ്ഞക്കണ് കീറി ലെവലാക്കി അസുഖം മാറിയെന്ന് പറയുന്നത്. ഇത് മൂപ്പര കുടുംബത്തിലുണ്ടായ സംഭവമാണ്. ഇത്രക്ക് അനുഭവം മൂപ്പര കുടുംബത്തിലുണ്ടായിട്ടും മൂപ്പർക്ക് ചെറിയൊരു പ്രശ്നം വന്ന സമയത്ത്, ചെറിയൊരു പ്രശ്നം നാ മോൻ അബ്ദുൽ ഹക്കീം പത്രക്കാരോട് പറഞ്ഞു കേട്ടോ, പ്രഷറിലൊരു വേരിയേഷൻ. ആ പ്രശ്നം ഉണ്ടായിട്ട് എന്തിന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി? ലോകോത്തര ഡോക്ടർമാരോട് വീഡിയോ കോൺഫറൻസ് നടത്തിയിട്ട് എന്തിന് ട്രീറ്റ്മെന്റ് തേടി? ഇതാണ് ഞങ്ങളുടെ ചോദ്യം. കാരണം ഇയാൾ ഒരുപാട് കറാമത്തുകളുള്ള മനുഷ്യനാണ്. ഒരുപാട് ആൾക്കാരുടെ അസുഖം മാറ്റി കൊടുക്കുന്ന ആളാണ്. ഒറ്റ നോട്ടം കൊണ്ടൊക്കെ ഇയാൾ അസുഖം മാറ്റലുണ്ട്. കേട്ടോളി. CM വലിയുള്ളവനെ പറ്റി കേരളത്തിൽ ഏറ്റവും അധികം പ്രസംഗിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. അദ്ദേഹം ഈ സമയവും എവിടെയോ കാര്യമായി സംസാരിക്കുകയാകും ഇപ്പോൾ. ഞാൻ ഓർക്കുന്നു, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 15 വർഷം മുമ്പ്, അദ്ദേഹത്തിന് ഏതാനും ആഴ്ചകൾ വാതുറക്കാൻ പറ്റാതെയും സംസാരിക്കാൻ കഴിയാതെയും നാക്കിറങ്ങിപ്പോയി എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ സംഭവിച്ചത് ഓർക്കുന്നു. അത്തരമൊരു സന്ദർഭത്തിൽ അദ്ദേഹം ഇവിടെ ഈ വസതിയിൽ CM വലിയുള്ളാഹി അവരുടെ മഹത്തായ അനുസ്മരണം നടക്കുമ്പോൾ കാന്തപുര ഉസ്താദിന്റെ മുന്നിൽ വന്നിരുന്നതും കൂടെയുള്ളവർ നമ്മുടെ പ്രിയപ്പെട്ട സഹാബിക്ക് സംസാരിക്കാൻ വിഷമമുണ്ട്, അദ്ദേഹത്തിന് വാതുറത്താൽ ഒറ്റ അക്ഷരം പുറത്തേക്ക് വരുന്നില്ല, നാക്കിനെന്തോ ബുദ്ധിമുട്ട് സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയലും ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ ഉസ്താദ് അവർ അസ്സലാമു അലൈക്കും എന്ന് അദ്ദേഹത്തോട് പറഞ്ഞ് മറുപടി പറയടാ എന്ന് പറഞ്ഞു ഗൗരവത്തോടെ കണ്ണുരുട്ടുകയും ആ സഹോദരൻ അപ്പോൾ തന്നെ വഅലൈക്കും അസ്സലാം എന്ന് മറുപടി പറയുകയും ചെയ്തത് ഈ മജ്ലിസിന്റെ, ഈ മൻസിലിന്റെ, ഈ മഖാമിന്റെ, ഈ മഹാവ്യക്തിത്വത്തിന്റെ തണലിൽ കണ്ണിൽ കണ്ടൊരനുഭവം പോലെ ഞാൻ ഈ സമയത്ത് ഓർത്തെടുക്കുക കൂടി ചെയ്യുന്നു. മണവൂരിന്റെ കറാമത്ത് ഇങ്ങനെ ചെലച്ച് മുസ്ലിം സാമൂഹിക അന്തരീക്ഷം മലിനമാക്കിക്കൊണ്ടിരിക്കുന്നവരുമല്ല ഒരു മുസ്ലിയാര്. അച്ചങ്ങായിക്ക് പെട്ടെന്ന് സംസാരശേഷിയാണ് പോയി.
എനിക്ക് പോകാൻ പാടുന്നില്ല സംസാരശേഷി. കാരണം മടവൂരിന്റെ കറാമത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ്. മടവൂരിന്റെ കാവൽ എപ്പോഴും ഉണ്ടാവുമല്ലോ. ഈ കാന്തപുരത്തിന്റെ കറാമത്ത് പ്രകടിപ്പിക്കാൻ ഒരു അവസരം എന്നുള്ളവർക്ക് അങ്ങനെ സംഭവിച്ചതാണെന്ന് അറിയില്ല. അങ്ങനെ ഉണ്ടല്ലോ, ഈ ചില ഓട്ട മത്സരത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ബാക്കിൽ വരുന്നവന് അത് കയറിക്കൊണ്ട് ഗോൾഡ് മെഡലിനെ വാങ്ങിക്കോട്ടെ വെച്ചിട്ട് മുന്നിൽ പോകണം, ഒന്നും സ്ലോ ആയി കൊടുക്കും എന്ന് പറഞ്ഞ മാതിരി എനിക്ക് പള്ള അറച്ച് കറാമത്ത് ഇവിടെ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ഈ കാന്തപുരത്തിന് കുറച്ച് കറാമത്ത് കിട്ടിക്കോട്ടെ വിചാരിച്ചിട്ട് ആ സമയത്ത് മടവൂരൊന്ന് കണ്ണടച്ചാന്ന് അറിയില്ല. ഏതായാലും ഇച്ചങ്ങാതിന് സംസാരശേഷി പോയി കിട്ടി. പോയപ്പോ കാന്തപുരത്തിനടുത്ത് നിന്നപ്പോ കാന്തപുരം കണ്ണുരുട്ടിക്കാണ്ട് ഒറ്റ പേടിപ്പിക്കലാണ്, അസ്സലാമു അലൈക്കും മറുപടി പറയണോ. അതോടുകൂടി അവനെ പേടിച്ചിട്ട് അവന്റെ സംസാരശേഷന് കിട്ടിയെന്ന്. തുണി കൂടി മൂത്രം പോയിനാന്ന് അറിയില്ല, എന്തായാലും അമ്മാരി കണ്ണുരുട്ടിൽ വിട്ടിട്ട്. അപ്പൊ ഇങ്ങനൊക്കെ ഒരു നോട്ടം കൊണ്ട്, ഒരു ഗർജനം കൊണ്ട്, ഒരു സാമീപ്യം കൊണ്ട് മാരകമായ അസുഖങ്ങൾ മാറ്റിക്കൊടുക്കുന്ന കാന്തപുരം അയാൾക്ക് ചെറിയൊരു പ്രഷർ വേരിയേഷൻ വന്നപ്പോ മാസക്കണക്കിന് എന്തിന് ആശുപത്രിയിൽ കിടന്നു? ചോദ്യം വീണ്ടും മുഴച്ചു നിൽക്കുന്നു. ഇതാണ് ഞങ്ങളെ ചോദ്യം. ഇത് ട്രോളായിട്ട് നിങ്ങൾക്ക് തോന്നും. കാരണം അമ്മാരി പണിയല്ല നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അമ്മാരി കോമാളിത്തരല്ല നിങ്ങൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്, അമ്മാതിരി വൃത്തികെട്ട ആദർശമല്ല നിങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് ആൾക്കാർ ന്യായമായ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ട്രോളായിട്ട് നിങ്ങൾക്ക് തോന്നും. കാരണം നിങ്ങൾ ആദർശം തന്നെ ട്രോളാൻ പറ്റിയ സാധനമാണ്. നിങ്ങൾ ആദർശം തന്നെ കോമാളിത്തരാണ്. ഇത്ര വഷളായ വൃത്തികെട്ടൊരു ആദർശം ലോകത്ത് വേറെ ഏതെങ്കിലും സമൂഹത്തിനുണ്ടോ? കോഴിക്കോട് നിന്ന് 34 കൊല്ലം മരിച്ചുപോയ ഉണക്കച്ചുള്ളിയായ ഒരു ചങ്ങായിയാണ് ഈ അണ്ടകടാഹമ്യോ നിയന്ത്രിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനേക്കാളും വലിയ കോമാളിത്തരം വേറുണ്ടോ? തീർന്നിട്ടില്ല. ഇക്കണ്ട കറാമത്തിന്റെ ഒക്കെ ഉടമയായ മഹാനവറുകൾക്ക് ഒരു അസുഖം വന്ന സമയത്ത് ഇവർ ആശുപത്രിയിൽ പോയി എന്ന് മാത്രമല്ല, ഏത് ആശുപത്രിയിലാണ് പോയത്? മുജാഹിദിന്റെ ആശുപത്രിയിൽ. അതാണ് അതിന്റെ രസം. അതാണ് വിമർശന വിധേയമാകാനുള്ള രണ്ടാമത്തെ കാരണം. ഇവിടെ എത്ര ഖുറാഫി ആശുപത്രി ഉണ്ട്, നിങ്ങളെ ജാരങ്ങളൊക്കെ പോട്ടെ, അതൊക്കെ ലോക്കൽ ഹോസ്പിറ്റലിൽ നിന്ന് ഇപ്പൊ തെളിയിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ കീഴിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എത്ര ഉണ്ട്? ഇതൊക്കെ ഉണ്ടായിട്ടും മുജാഹിദിന്റെ ആശുപത്രിക്ക് എന്തിനാ പോയത്? മുജാഹിദിന്റെ ആശുപത്രിക്കാണ് പോയത്. EK സമസ്തന്റെ ആളിനെ പറയട്ടെ. ഞാൻ പലരോടും പറയാറുണ്ട്, സംഘടനാ നിലക്ക് വലിയ വലിയ കോലിളക്കങ്ങൾ സൃഷ്ടിച്ച സമയത്താണ് ഈ വിനീതനായ ഈ പാവപ്പെട്ട എന്നെ പോലത്തെ ആളുകളൊക്കെ രംഗത്തേരുന്നത്. കോലിളക്കം എന്ന് പറഞ്ഞാൽ കല്ലേറ്, അടിപിടി, നായാട്ട്, പണ്ഡിതന്മാരെയും മുതല്ലിമീങ്ങളെയും മുഴുവനും ഒരു തെറ്റാരി പിടിച്ചു മേകിയ ഘട്ടത്തിലാണ് എന്നെ പോലുള്ള ആളുകളൊക്കെ കർമ്മരംഗത്ത് വരാൻ തുടങ്ങിയത് കേട്ടോ. അത് ഞാൻ ആ ഭാഗത്തെ തെറ്റി പറയുന്നില്ല. ആ തെറ്റാരിപ്പോ മുജാഹിദീങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. എടോ, ഈ പറയണത് നിസ്സാരക്കാരനല്ലല്ലോ. EK സമസ്തയുടെ 1-ാം നമ്പർ നേതാവാണ്. കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ആശുപത്രിയിൽ കിടക്കുന്ന സമയത്താണ് ഉപരി പ്രസംഗിക്കുന്നത്. ഒരു ദജ്ജാല്, ആ ദജ്ജാൽ ഇപ്പൊ മുജാഹിദിന്റെ ആശുപത്രിയിൽ കിടക്കുകയാണ്. ഇയാൾക്ക് കുരുത്തക്കടൊന്നുമില്ലേ? ഇയാൾക്കെതിരെ കുരുത്തക്കടം തട്ടിയായിട്ട് നമ്മൾ കേട്ടിട്ടില്ലല്ലോ. അപ്പൊ ഞങ്ങളുടെ ചോദ്യം അതായിരുന്നു. അത് ഞങ്ങൾ മാത്രം ചോദിച്ച ചോദ്യമല്ല, ഇവിടുത്തെ EK സമസ്തക്കാരടക്കം വിമർശന വിധേയമാക്കിയ ഒരു വിഷയമാണ്. ഇയാള് മുജാഹിദിന്റെ ആശുപത്രി പോയി കിടന്നു. എന്തോ മുജാഹിദിന്റെ ആശുപത്രി പോയി കിടക്കാൻ പാടില്ല എന്ന് ഞങ്ങൾ ആരെയും പറഞ്ഞേക്കണമെന്ന് ചോദിച്ചു കണ്ട് ചെറഞ്ഞു വരാൻ നിൽക്കണ്ട കേട്ടോളി. നിങ്ങളെ വലിയ കുത്തുബുല്ലക്താബായ, കുത്തുബുല്ലാലമായ, മുദബ്ബിറുൽ ആലമായ, ആ ലോകം മൊത്തം നിയന്ത്രിച്ചു കൊണ്ടിരിക്കണ ആ ഉണക്കച്ചുള്ളി മടവൂരുണ്ടല്ലോ, ആ മാനസിക രോഗി മടവൂര്, ആ മടവൂരിന്റെ നിലപാടെന്തായിരുന്നു? മുജാഹിദുകൾ എടുത്ത് ചികിത്സക്ക് പോകാൻ പാടുണ്ടോ? കേട്ടോളി. പിന്നീട് ഒരിക്കൽ എൻ്റെ ബാപ്പക്ക് സുഖമില്ലാത്തതുകൊണ്ട് എല്ലാ ഡോക്ടർമാരെയും സമീപിച്ച് അവസാനം എനിക്ക് ഒരു നിവൃത്തിയില്ലാതെയായപ്പോൾ ഞാൻ മഹാനവറുകൾ കാണാൻ പോയി. എൻ്റെ ബാപ്പ അന്ന് കോഴിക്കോട് കാലിക്കറ്റ് നേഴ്സിംഗ് ഹോമിലാണുള്ളത്. ഞാൻ കാണാൻ പോയി. ഞാൻ വിവരങ്ങളൊക്കെ പറഞ്ഞു. എൻ്റെ കയ്യിൻ്റെ മേലുള്ള മോതിരവും ആ മോതിര കല്ലൊക്കെ കുറേ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ നോക്കി. അതിന് ബാപ്പാൻ്റെ വിവരമൊക്കെ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഒരു വിഭാഗത്തെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ട് പറഞ്ഞു അവരെ ചികിത്സ വേണ്ടാന്ന്. അപ്പം ഞാൻ പറഞ്ഞു, അത് ഇന്ന ആളുടെ ആസ്പത്രിയിലാണുള്ളത്, ഇന്നവരൊക്കെയാണ് ഡോക്ടർമാരുന്നത്. അപ്പം എന്നോട് പറഞ്ഞു, അവരെ സംബന്ധിച്ച് മനസ്സിലാക്കി പറഞ്ഞായിരിക്കും, അവർ പുത്തൻവാദികളാണ്. അപ്പം എന്നോട് പറഞ്ഞു, ആ കക്ഷികളൊക്കെ ഇന്ന കക്ഷിയാണ് എന്ന് പറഞ്ഞു. കക്ഷിയുടെ പേരൊന്നും ഞാൻ പറയൂല. അതിൻ്റെ പറയാത്തത് എല്ലാം തുറന്ന് പറയാൻ പാടില്ല, പറയാൻ പറ്റുന്നതേ പറയാവൂ, അല്ലെങ്കിൽ ആളുകളിൽ കൺഫ്യൂഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ ജനങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവും. എല്ലാം പറയാൻ പറ്റൂല, പറയാൻ പറ്റുന്നത് പറയാം. എല്ലാം കാണിക്കാൻ പറ്റുമോ? ഇല്ല, എല്ലാം കാണിക്കാൻ പറ്റില്ല. കാണിക്കാൻ പറ്റുന്നതുകൊണ്ട് കാണിക്കാൻ പറ്റാത്ത ഉള്ള എല്ലാം കാണിക്കല. ഉള്ള എല്ലാം കാണിച്ചാൽ പിന്നെ കുലുമാല തീരുമോ? പ്രശ്നം തീരുമോ? ഇതുപോലെ എല്ലാം പറയല. പറയുമ്പോൾ നോക്കിയിട്ട് പറയണം. പറയാൻ പറ്റുന്നത് പറയണം, പറയാൻ പറ്റാത്തത് പറയാതിരിക്കണം. സ്വകാര്യം ചോദിച്ചാൽ വേണമെങ്കിൽ ഞാൻ പറഞ്ഞു. എന്താ പറഞ്ഞത്? പുത്തൻവാദികളെ പറ്റി പറഞ്ഞതാ. ആ പറഞ്ഞതനുസരിച്ച് അതിന്റെ അർത്ഥം അവർ ഈമാൻ കിട്ടി മരിക്കൂലെന്ന്, അവരെ ചികിത്സ വേണ്ടെന്നാ പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്, അതിന്റെ അകത്തുകഥ. സാക്ഷാൽ പേരോടിന്റെ വാപ്പാക്ക് അസുഖമായിട്ട് എല്ലാ ഡോക്ടർമാർക്കും കൊണ്ടുപോയി, എല്ലാവരും കൈ കഴിഞ്ഞു. അവസാനം മടവൂരിന്റെ അടുത്തേക്ക് ഇവൽ അങ്ങനെ കേട്ടോ. ഇവർക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യും, നാട്ടിലുള്ള ഗോപാലകൃഷ്ണൻ ഡോക്ടറെ ബുക്ക് ചെയ്യും.
എന്നാൽ അവിടുന്ന് അസുഖം മാറിയില്ലെങ്കിൽ അതിൻ്റെ മുകളിലുള്ള ഡോക്ടർ, അവിടുന്ന് അസുഖം മാറിയില്ലെങ്കിൽ അതിൻ്റെ മുകളിലുള്ള ഹോസ്പിറ്റൽ, അവിടുന്ന് മാറിയില്ലെങ്കിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി, അവിടുന്ന് മാറിയില്ലെങ്കിൽ മെഡിക്കൽ കോളേജ്, അവിടുന്ന് മാറിയില്ലെങ്കിൽ ഓലൊക്കെ കൈ കഴിഞ്ഞാൽ നേരെ മടവൂരിൻ്റെ അടുത്തേക്ക്. അപ്പോൾ ചങ്ങായിമാർ, നിങ്ങൾ എന്തിനാണ് ഇത്ര ഇടങ്ങാറായി എല്ലാ ഡോക്ടർമാർക്കും എല്ലാ ആശുപത്രിക്കും പോകാൻ നിൽക്കുന്നുണ്ട്? നേരെ മടവൂരിൻ്റെ അടുത്ത് പോയിക്കൂടെ? ഈ എണ്ണയും കത്തിച്ച് സമയം മെനക്കെടുത്ത് ഡോക്ടർമാരുടെ അടുത്ത് പോയി ക്യൂ നിന്ന് ടോക്ക് എടുത്തിട്ട് പിന്നെ മൂപ്പരെ കൺസൾട്ടിങ് കഴിഞ്ഞ് രക്തം ടെസ്റ്റ് ചെയ്ത്, മൂത്രം ടെസ്റ്റ് ചെയ്ത്, മലം ടെസ്റ്റ് ചെയ്ത്, എക്സ്റേ എടുത്ത്, സ്കാനിങ് എടുത്ത്, MRI എടുത്ത് മൂപ്പരെ ഈ ഒപ്പീനിയൻ കിട്ടാൻ വേണ്ടി കാത്തിക്കണം. നിങ്ങൾ നേരെ മടവൂരിൻ്റെ അടുത്ത് പോയിക്കൂടെ? അപ്പൊ ഇതിലൊന്നും വിശ്വാസമല്ല. അസുഖം വന്ന് എല്ലാ ഡോക്ടർമാർക്കും കൊണ്ടുപോകും, എല്ലാ ഹോസ്പിറ്റലിലും കൊണ്ടുപോകും. എന്നിട്ട് അവിടുന്ന് മാറിയില്ലെങ്കിൽ പിന്നെ ഏത് ശൈത്താന്റെ കേന്ദ്രത്തിലും പോകും. അതാണ് ഈ ഖുറാഫി സമൂഹം. എല്ലാ ശൈത്താനീയത്തിന്റെ കേന്ദ്രത്തിലും പോകും. അങ്ങനെ മടവൂരിന്റെ അടുത്തേക്കും പോയി. മടവൂര് പറഞ്ഞു, പുത്തമ്പാതിയാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സിക്കാൻ പാടില്ല, ഈ മാൻകുട്ടി മരിച്ചൂല. ഇത് ഇയാളെ ട്രോൾ ചെയ്താൽ അറിയില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു അങ്ങനെ ഇത് കാന്തപുരത്തിനെ ട്രോൾ ചെയ്താണാവോ. കാരണം മൂപ്പര് വഹാബിന്റെ ഹോസ്പിറ്റലിലാണ് പോയി കിടന്നത്. അപ്പൊ മടവൂരിന്റെ നയം അതായിരുന്നു, ചികിത്സക്ക് പോലും മുജാഹിദുകളുടെയോ ജമാഅത്തെ ഇസ്ലാമിക്കാരുടെയോ മറ്റുള്ള ഇവരല്ലാത്ത വിഭാഗത്തിന്റെ ആശുപത്രിയിൽ പോകാൻ പാടില്ല എന്ന മടവൂരിന്റെ നയം നിലനിൽക്കെ, ആ മടവൂരിന്റെ അരുമ ശിഷ്യനായ അരുമ മുരീദായ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ, അയാൾക്കൊരു അസുഖം വന്നപ്പോൾ എന്തിന് മുജാഹിദുകളുടെ കീഴിലുള്ള ആശുപത്രിയിൽ പോയി എന്ന ചോദ്യം ന്യായമല്ലേ ഖുറാഫി? ഇത് ട്രോളാ? എനിക്ക് ട്രോളായിട്ട് തോന്നണെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യണു? ഇത് പൊതുസമൂഹം നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കൂലേ? കാരണം എല്ലാ അസുഖത്തിനുള്ള മരുന്നാണ് നിങ്ങളെ കയ്യിലുള്ള ഒറ്റമൂലി മടവൂര്. മൂലക്കുരു മുതൽ ബ്രെയിൻ ട്യൂമർ വരെയുള്ള എല്ലാ അസുഖങ്ങൾക്കും മടവൂര് മരുന്നാണ്. മടവൂരിനടുത്ത് എത്തിക്കിട്ടിയാൽ മതി. അള്ളഹാനോട് ചോദിക്കുന്നില്ല മടവൂര്. മുപ്പര് ഒറ്റ വർത്താനോ, അത് ഞാൻ മാറ്റിയിരിക്കുന്നു, ആ രോഗം വേണ്ട, ഓപ്പറേഷൻ വേണ്ട, മൂലക്കുരു വേണ്ട, ക്യാൻസർ വേണ്ട, മറ്റേത് വേണ്ട, മറിച്ചത് വേണ്ട, ഇതും പിന്നെ ഒറ്റ മായിഞ്ഞാണ് പോകും അസുഖം. ഇതല്ലേ കറാമത്ത് അല്ലേ? അതാണ് സാധാരണ പറച്ചില്. കേട്ടു നോക്കി. CM വലിയുള്ളാഹിയുടെ കഴിവ് ചില്ലറയല്ല. അത് വേണ്ട, അത് വേണം, ഞാനത് മാറ്റി, ഇങ്ങനെ നാവുകൊണ്ടാണ് പറഞ്ഞാൽ അത് അങ്ങനെയാണ് നടക്കും. അത് വേണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ വേണ്ട, അത് വേണം, അത് വേണ്ട, ഞാനത് മാറ്റിയിരിക്കുന്നു, നിങ്ങൾക്ക് പോകാം, അവന് ചാവാം, ഇതുപോലുള്ള പ്രയോഗം പറഞ്ഞാൽ അങ്ങനെ തന്നെ നടക്കും. ഒരു ലാ വേണ്ട. അപ്പുസാന്റെ പാട്ട് കാണാം, ലാ എന്ന വാക്കുകൊണ്ടാണ് എല്ലാം ശിഫയാക്കാറുള്ളത്. ലാ മന്ത്രിച്ചൂതലോ അല്ലെങ്കിൽ ദ്വാരം കൊടുക്കലൊന്നുമില്ല. ഇത് സ്വപ്നജീവി ദായകാലത്ത് പ്രസംഗിച്ച ഇതിന് ശല്യപ്പോൾ വല്ലാതല്ല, കുറച്ച് പദം വന്നിട്ടുണ്ട്. ഇപ്പോൾ കറാമത്തൊന്നും വല്ലാതെ പറച്ചിലില്ല. അപ്പം മടവൂരിൻ്റെ അടുത്ത് ആരെയും പോയി കഴിഞ്ഞാൽ അത് വേണ്ട, അത് ഞാൻ മാറ്റിയിരിക്കുന്നു, അത് സുഖപ്പെട്ടിരിക്കുന്നു, ഒറ്റ ഭർത്താൻ അമ്മാതിരി കഴിവാണെന്ന് മാത്രമല്ല അള്ളഹാനോട് പോലും ചോദിക്കലില്ല എന്നവർ പറഞ്ഞു. കേട്ടോക്കി. ജീവിതകാലത്ത് നാം പല മഹാന്മാരെയും കാണുമ്പോൾ അവര് പറയാറുള്ളത് അള്ളാഹു സുഖപ്പെടുത്തട്ടെ, ഞാൻ ദുആ ചെയ്യാം എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ശൈഖുന ജീവിതത്തിൽ ആരോടെങ്കിലും അള്ളാഹു സുഖപ്പെടുത്തട്ടെ എന്നല്ല പറയാറുള്ളത്. അത് ഞാൻ ഏറ്റെടുത്തു, അത് ഞാൻ സുഖപ്പെടുത്തി, ആ കേസ് ഞാൻ വിധി പറഞ്ഞു എന്ന് അസന്നിഗ്ധമായി പറയാനുള്ള അധികാരം അള്ളാഹു നൽകിയില്ലേ? കേട്ടില്ലേ? ജീവിതകാലത്ത് നമ്മൾ പല മഹാന്മാരോടും ചെന്നിട്ട് വല്ല പ്രയാസങ്ങളും അസുഖത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് പറയും? അള്ളാഹു സുഖപ്പെടുത്തി തരട്ടെ എന്ന് പ്രാർത്ഥിക്കും. ശരിയാണ്, മഹാന്മാരങ്ങനെ തന്നെ പറയാം, അള്ളാഹ് സുഖപ്പെടുത്തി തരട്ടെ, അള്ളാഹിനോട് പ്രാർത്ഥിക്കും. പക്ഷെ ഇത് മഹാനല്ലല്ലോ, ഇത് മാനസിക രോഗിയുള്ളൂ. അപ്പൊ ഇയാൾ എന്ത് പറയും? അത് ഞാൻ ഏറ്റിരിക്കുന്നു, അത് ഞാൻ സുഖപ്പെടുത്തിയിരിക്കുന്നു. അത്രയും പവറുള്ള ആളാണ് മടവൂര്. അങ്ങനെ പവറുള്ള മടവൂരിന്റെ കറാമത്ത് ഇന്നും പൂർവാധിക ശക്തിയോടെ നിലനിൽക്കെ, മടവൂരിന്റെ ഏറ്റവും വലിയ മുരീദായ ഇന്നും എന്നെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് മടവൂരാണ് എന്ന് കാന്തപുരം തന്നെ വാക്ക് പറഞ്ഞ ആ മടവൂരിന്റെ കറാമത്തും ജാറവും ഇവിടെ നിലനിൽക്കെ എന്തിനു മുജാഹിദിന്റെ ആശുപത്രിയിൽ പോയി ചികിത്സിച്ചു? ഞങ്ങളെ ചോദ്യം പ്രസക്തല്ലേ? ട്രോൾ ചെയ്തായിട്ട് നിങ്ങൾക്ക് തോന്നിയോ? അത് നിങ്ങളെ തകരാറാണ്. എന്നിട്ടോ അങ്ങനെ കാന്തപുരത്തിന് ചെറിയൊരു പ്രഷർ വേരിയേഷൻ വന്നപ്പോൾ മുജാഹിദിന്റെ ആശുപത്രിയിൽ പോയി ചികിത്സിച്ചു എന്ന് മാത്രമല്ല, വലിയ വലിയ വീഡിയോ കോൺഫറൻസ് ഒക്കെ നടത്തിയിട്ട് വലിയ വലിയ ഇന്റർനാഷണൽ ഡോക്ടർമാരോടൊക്കെ ചർച്ച ചെയ്തിട്ടാണ് ചികിത്സ തന്നെ മുന്നോട്ട് കൊണ്ടുപോയത്. മോൻ തന്നെ പറയട്ടെ, ഹക്കീം അസ്ഹരി. മർക്കസിൻ്റെ സാരഥിയും ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിയുമായ ഉസ്താദിൻ്റെ ആരോഗ്യ വിവരങ്ങൾ അറിയാൻ എല്ലാവർക്കും താല്പര്യമുണ്ട്. ഞങ്ങളത് ടൈം ടു ടൈം ബുള്ളറ്റിലൂടെ പുറത്ത് പറയാറുണ്ട്. അൽഹംദുലില്ലാ, ചെറിയ രക്തസമ്മർദ്ദം മൂലം ഉണ്ടായിട്ടുള്ള ഒരു ദേഹാസ്വാസ്ഥ്യം കൃത്യമായ നിരീക്ഷണത്തിലൂടെ ഡയഗ്നോസ് ചെയ്യപ്പെടുകയും വളരെ കൃത്യമായ ചികിത്സകൾ നൽകി വരികയും ചെയ്യുന്നുണ്ട്. മൈത്ര ഹോസ്പിറ്റലിൽ വിദഗ്ധരായ ഡോക്ടർമാരുടെ സാന്നിധ്യവും
മറ്റ് ലഭ്യമാകുന്ന കേരളത്തിലും പുറത്തുമുള്ള വലിയ വിദഗ്ധരായ ഡോക്ടർമാരെ ടെലികോൺഫറൻസിലൂടെയും മറ്റും ഉപയോഗപ്പെടുത്തി ഏറ്റവും നല്ല ചികിത്സയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ആശാവഹമാണ്. ഞാൻ ഇന്ന് രാവിലെയും ഉസ്താദുമായി സംസാരിച്ചിട്ടുണ്ട്. ഉസ്താദ് പ്രതികരിച്ചിട്ടുണ്ട്. അതുപോലെ ശാരീരികമായും മാനസികമായും നല്ല കോൺഷ്യസാണ്, ശരീരം ചലിപ്പിക്കുന്നുണ്ട്. മോനാണ് പറയണത് ബാപ്പാക്ക് രക്തസമ്മർദ്ദം മൂലം ചെറിയൊരു ദേഹാസ്വസ്ഥം വന്നു, അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. എന്നിട്ടോ ആ ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ മാത്രമല്ല, കേരളത്തിന് പുറത്തുള്ള വലിയ വലിയ ഡോക്ടർമാരോട് ടെലികോൺഫറൻസ് നടത്തിയിട്ടാണ് ചികിത്സയൊക്കെ തീരുമാനിച്ചത്. ഇപ്പൊ സുഖമുണ്ട്. അങ്ങനെ 1.5 മാസം കിടന്നിട്ടാണ് മൂപ്പര് സുഖമായിട്ട് വന്നത്. പക്ഷെ ഈ മോൻ ഭരണമായിരുന്നല്ല, വലിയ സീരിയസ് ആയിരുന്നു എന്നാണ് പല സംസാരത്തിൽ നമുക്ക് മനസ്സിലാകട്ടെ. അങ്ങനെ മരണത്തോടടുത്ത് കിടക്കുന്ന ഒരു സമയത്ത് അവിടെ ഡോക്ടർമാരെ ചികിത്സ ഒന്നല്ല ഫലിച്ചത്, അവിടെ അള്ളാഹു വേറെ തിരിമറി നടത്തി എന്നവർ പറയണത്. എന്ത്? ഇവരെ കൂട്ടത്തിൽപ്പെട്ട വലിയൊരു പണ്ഡിതന്റെ ആയുസ് എടുത്തിട്ട് കാന്തപുരത്തിനാണ് കൊടുത്തു, അവിടെ ഫിറ്റ് ചെയ്തു. അവിടെ കൂടി കാന്തപുരം ഉഷാറായി ചാടി എണീറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തിറങ്ങി. തമാശ വരല്ല, കേട്ടു നോക്ക്. രോഗിയായ കാന്തപുരം ഉസ്താദ് പറഞ്ഞു, മർക്കസിലെ ഉസ്താദുമാര് ഒന്ന് CM വലിയുള്ളാൻ്റെ അടുക്ക പോയിട്ട് ദ്വാരക്കണം. ചെറിയ പി ഉസ്താദ് ഞങ്ങളെ എല്ലാവരെയും കൊണ്ട് CM വലിയുള്ളാൻ്റെ മക്കാമിൽ ചെന്നു. ഈ ആളുകളും ഉസ്താദും യാസീനോദി ആദ്യം 2 വാക്ക് ഇലാഹ നിറത്തിയൊക്കെ അറബിയിൽ ദ്വാരുന്നു. പിന്നെ ചെറിയ പി ഉസ്താദ് പച്ച മലയാളത്തിലേക്ക്, മണ്ണിൻ്റെ ഭാഷയിലേക്ക് മാറി. മഹാനവറുകൾ പറഞ്ഞു, അല്ലാ, ഞാനൊക്കെ ഇങ്ങനെ എണീച്ച് നടന്നിട്ട് ആർക്കാണ് പഠിച്ചോനെ ഉപകാരം? എന്തെങ്കിലും ഒരു ഉപകാരമുണ്ടോ? ഞങ്ങൾ ആയുസ് കൂടി എടുത്തിട്ട് വലിയ ഉസ്താദിന് കൊടുക്കണം അല്ലാ എന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ടവർ ദുആ ചെയ്യുമ്പോൾ കണ്ണീരോടെ പലരും ആമീൻ പറഞ്ഞു. എല്ലാവരും തിരിച്ചുപോയി. കൃത്യം 1 മാസം കഴിഞ്ഞപ്പോൾ ആ മക്കാമിൻ്റെ ഉത്തരവാദപ്പെട്ട ചിലർ എന്നോട് പറയാണ്, വല്ലാത്തൊരു മൊയ്ലിയാരിട്ടോ, നല്ല ഉഷാറിൽ ഇങ്ങോട്ട് വന്ന ആ മൊയ്ലിയാർ നല്ല റാഹത്തിൽ ദ്വാരുന്നപ്പോൾ മൂപ്പര് പറഞ്ഞ വാക്കുകൾ, മൂപ്പര് പിറ്റേന്ന് നേരെ ആശുപത്രിയിലേക്ക് പോയി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മയ്യത്തായി കയറി വന്നു മൂപ്പരിൽ. 1.5 മാസം ആശുപത്രിയിൽ ചെലവഴിച്ച വലിയ മൊയ്ലിയാര് റാഹത്തായി വീട്ടിലേക്കും പോയി. ദ്വാക്കുത്തരമുള്ള മനുഷ്യന്മാർ. എന്താണ് ചെങ്ങായിമാര് പറയണത്? ഇവരെ സമൂഹം ട്രോളൂലെ എന്തെല്ലാം വഷളത്തരങ്ങളായി പറയണത്. കാന്തപുരം ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് ചെറിയ AP, കാന്തപുരം AP മുഹമ്മദ് മുസ്ലിയാരാണ് ചെറിയ AP. കാന്തപുരം ഹോസ്പിറ്റലിലായി കിടക്കുന്ന സമയത്ത് അങ്ങാണ്ട് ഡിസ്ചാർജ് ചെയ്ത സമയത്ത് അങ്ങാണ്ടാണ് മൂപ്പര് മരിക്കണത്. വല്ല മർക്കസിലെ ഉസ്താദായിരുന്നു, പോലെ വലിയ പണ്ഡിതനായിരുന്നു. അപ്പൊ മൂപ്പര് മടവൂര് മക്കാമൂല് ഇവരെല്ലാം അവിടെ പോയിട്ട് ദ്വാരുന്നു എന്ന് പറയണത്. പഠിച്ചോനെ, ഞങ്ങളെ മേത്തുനിന്ന് കുറച്ച് ആയുസ് നുള്ളിപ്പിറക്കി എടുത്തിട്ട് അത് വലിയ ഉസ്താദിന്റെ മേത്തേക്കാണ് വെച്ചു കൊടുക്കുക, എന്നാലും ഞങ്ങളെ ഉസ്താദിന് ദീർഘായുസ് കൊടുക്കുക. അങ്ങനെ പ്രാർത്ഥിക്കാൻ പാടുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല ഇവിടുത്തെ ചർച്ച, അത് വേറൊരു വിഷയമാണ്. പക്ഷെ അങ്ങനെ പ്രാർത്ഥിച്ചത് കൊണ്ടാണ് ചെറിയ ഏപ്പിന്റെ ആയുസ് എടുത്ത് അള്ളാഹു വലിയ ഏപ്പിക്ക് കൊടുത്തു, അങ്ങനെയാണ് കാന്തപുരം രക്ഷപ്പെട്ടത് എന്ന് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ പറയണത്? ഇവർക്ക് കൊടുന്ന വിവരം കിട്ടി. അപ്പൊ സുഹൃത്തുക്കളെ, ഇവർക്ക് അള്ളാഹിനെ കുറിച്ചുള്ള വിശ്വാസം ഒക്കെ അങ്ങനെ തന്നെയാണ്, കുറെ ഊഹാപോഹങ്ങൾ മാത്രം. അങ്ങനെ ഈ ദോയാണ് കഴിഞ്ഞിട്ട് ചെറിയ ഏപ്പ് നേരെ ആശുപത്രിക്ക്, മറ്റേ ആൾ അസുഖം റിക്കവർ ആയിക്കണം നേരെ വീട്ടിക്ക്. കിഡ്നി മാറ്റിയേക്കുക എന്നൊക്കെ പറഞ്ഞ മാതിരി, കരള് മാറ്റിയേക്കുക എന്നൊക്കെ പറഞ്ഞ മാതിരി റൂഹ് മാറ്റിയേക്കുക. നമ്മൾ കുട്ടിക്കാലത്ത് ഈ ബാലരമ അമർ ചിത്രകഥയിലൊക്കെ വായിച്ചിട്ടുണ്ട്, കൂട് വിട്ട് കൂട് മാറൽ എന്ന് വെച്ചാൽ ഒരു ബോഡി വീക്കായി തുടങ്ങുമ്പോൾ അതിമന്ന് ആത്മാവോട് വേറെ ബോഡി നമുക്ക് കയറുക, അതാണ് കൂട് വിട്ട് കൂട് മാറൽ എന്ന് പറഞ്ഞ മാതിരി റൂഹ് വിട്ട് റൂഹ് മാറൽ. ചെറിയ അപ്പിന്റെ മേത്തുനിന്ന് റൂഹാണ് വിട്ടിട്ട് വലിയ അപ്പിന്റെ മോൾക്കാൾ കയറി, അങ്ങനെ മൂപ്പര് കഴിച്ചിലായി എന്നായി പറയണത്. അപ്പൊ കാന്തപുരം AP മുഹമ്മദ് മുസ്ലിയാറുമ്പോ എല്ലാം കൊണ്ടും ചേർന്ന റൂഹാണല്ലോ. മൂപ്പരെ പേര് സ്ഥലം കാന്തപുരം, മൂപ്പരെ ഇനീഷ്യലും AP, വലിയൊരു പണ്ഡിതനുമാണ്. അല്ലാതെ പിന്നെ മഞ്ചേരിയുള്ള മൈമാരിന്റെ റൂഹും കോഴിക്കോടുള്ള കോയാമൂന്റെ റൂഹ് എടുത്തിട്ട് കാന്തപുരത്തിന് കൊണ്ട് വല്ല കാര്യമുണ്ടോ? അത് അനുയോജ്യമായ റൂഹ് എടുത്തിട്ട് തന്നെ കൊടുത്തു എന്നാണ് പോയി പറയണത്. അള്ളാഹിനെ കുറിച്ചുള്ള വിശ്വാസമാണ് ഇപ്പൊ ഇതൊക്കെ. ഇവര് എന്ന് കണ്ട് തോന്നുന്നു ഞങ്ങൾ ആയുസ് എടുത്തിട്ടുള്ള കാന്തപുരത്തിന് കൊടുക്കട്ടെ. അപ്പൊ അള്ളാഹ് ചെറിയ അപ്പിന്റെ ആയുസ് എടുത്തിട്ട് വലിയ അപ്പിക്കാണ് കൊടുത്തു. അങ്ങനെ ചെറിയ അപ്പിയാണ് മരിച്ചു, വലിയ അപ്പി പുറത്തു കണ്ടിറങ്ങി. ഈ വക വഷളത്തരം പറഞ്ഞ ട്രോളൂല ചങ്ങായിമാരെ സമൂഹങ്ങളെ. എന്താ ഈ പറയണത്? കിഡ്നിയൊക്കെ മാറ്റി വെക്കണ മാതിരി, കരള് മാറ്റി വെക്കണ മാതിരി റൂഹ് മാറ്റി വെക്കുക. ലോകത്തെ എവിടെയെങ്കിലും കേട്ടേക്കണത്? റൂഹ് മാറ്റി വെക്കേ. ഈ തലച്ചോറൊക്കെ മാറ്റി വെക്കുന്ന അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇവരെ പോലത്തെ മുസ്ലിയാക്കന്മാരെ തലച്ചോറാണ് ഏറ്റവും നല്ല ബെറ്റർ. കാരണം ഒരിക്കലും ഉപയോഗിക്കാത്ത ഫ്രഷ് തലച്ചോറാണല്ലോ, അതിന് ചിലപ്പോൾ വില കൂടിയിരിക്കും. ഏതായാലും ചെറിയ ഏപ്പിന്റെ ആയുസം എടുത്തിട്ട് അള്ളാഹ് വലിയ ഏപ്പിക്കാണ്ട് പിറ്റേത് മൂപ്പര് ഇങ്ങനെ സജീവമായിട്ട് രംഗത്ത് ഇറങ്ങി. അപ്പൊ നമ്മളെന്ത് വിചാരിച്ചു? ഇത്രയും കാലം പറഞ്ഞ വഷളത്തരങ്ങളൊക്കെ ഒന്ന് മാറ്റി പറയായിരിക്കും, ഒന്ന് തൗബ ചെയ്ത് മടങ്ങിയിരിക്കും. അതാണ് ബാലുശ്ശേരി പറഞ്ഞത്.
അള്ളാഹു ഈ കാരുണ്യൊക്കെ കൊടുത്തിട്ട് പിന്നെ മൂപ്പര് പഴയ കോലത്തിൽ തന്നെയാണ് ബാലുശ്ശേരി പറഞ്ഞത് എന്ന് പറഞ്ഞത്. അതിനെന്താ തെറ്റ്? കാരണം പുറത്തിറങ്ങിയിട്ട് മൂപ്പര് ആദ്യം ചെയ്ത പണി എന്താ? കണ്ണൂരുള്ള സത്താറ് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സത്താറിനോട് 1 വേണ്ട 3 വേണ്ട നിർത്തിക്കളാറുങ്ങളുടെ ഒറ്റ ഓർഡർ കേട്ടോളി. അബ്ദുസത്താർ എന്ന് പറഞ്ഞിട്ട് ഒരാൾ കണ്ണൂരിൽ കിഡ്നി രോഗമായിട്ട് ഒരു ദിവസം 3 ഡയാലിസിസ് ഒന്നിച്ച് ചെയ്യേണ്ടി വന്നതാണ്. ഇനി ചെയ്യണ്ട. ആമീൻ. അദ്ദേഹത്തിന് ശിഫിയാക്കി കൊടുക്കണം. 3 വേണ്ട 1 വേണ്ട. 3 വേണ്ട 1 വേണ്ട. 3 വേണ്ട 1 വേണ്ട. വേണ്ടാതെ നമ്മൾ പറഞ്ഞേക്കാം ഡോക്ടർ. വേണ്ടാതെ നമ്മൾ പറഞ്ഞേക്കാം ഡോക്ടർ. അൽഹംദുലില്ലാ. ഇത് ബാപ്പി മോനും കൂടിയിട്ടുള്ള കറാമത്താണ് ഇപ്പത്. അസുഖമൊക്കെ മാറി ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് ചെറിയ പിന്റെ ആഴ്ചയൊക്കെ എടുത്ത് മേത്ത് ഫിറ്റ് ചെയ്തിട്ട് ഇവർ പുറത്തിറങ്ങിയതാണ്. അങ്ങനെ വീൽ ചെയറിൽ നിന്നിട്ട് സംസാരിക്കുന്നത്. അപ്പൊ മോൻ പറഞ്ഞു കൊടുക്കുകയാണ്, കണ്ണൂരുള്ള ഒരു സത്താറ് ഓന് ഡെയിലി 3 ഡയാലിസിസ് ചെയ്യണം. വൈദ്യശാസ്ത്രത്തെ ഞെട്ടിച്ചുകൊണ്ട് ദിവസേന 3 ഡയാലിസിസ്. മിനിമം കോമൺ സെൻസ് വേണ്ടേ? വലിയ വിവരമുള്ള ആളാണ് ധാരണ. അപ്പൊ വലിയ ഉപര വർത്താനെന്ത് ഇനി ചെയ്യണ്ടെന്ന് പറഞ്ഞാളി. 1 വേണ്ട 3 വേണ്ട. വേണ്ടാന്ന് നമ്മൾ പറഞ്ഞാൽ പിന്നെ ഇല്ലാണ്ടാകും. അത് ശരിയായിരിക്കും ചിലപ്പോൾ. കാരണം ഡെയിലി 3 ഡയാലിസിസ് ഒക്കെ ചെയ്യുന്ന ഒരാളോട് വേണ്ട ഡയാലിസിസ് വേണ്ട നിർത്തിക്കളാന്ന് പറഞ്ഞാൽ ആ ആളില്ലാണ്ടായിക്കുണ്ടാവും ചിലപ്പോൾ. അതായിരിക്കും ഒരു ഉദ്ദേശം ഉണ്ടാവുക. വേണ്ടാന്ന് നമ്മൾ പറഞ്ഞാൽ ഇല്ലാണ്ടായിക്കോളും. ഏതായാലും ഇല്ലാണ്ടായി എന്നാ തോന്നുന്നു. സത്താറിന്റെ ഒച്ചും വിളിയൊന്നും ഇപ്പോൾ കേൾക്കാതെ ഏതാണ് സത്താറാവോ? എന്തായാലും സൈക്കുലാന്റെ വാക്കും വിശ്വസിച്ചിട്ട് ഓൻ ഡയാലിസിസ് നിർത്തിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇല്ലാണ്ടായിട്ടുണ്ടാവും. 1.5 മാസക്കാലം അങ്ങോട്ടോ എന്നറിയാതെ ഹോസ്പിറ്റലിൽ കിടന്നൊരു മനുഷ്യനെ പുറത്തിറങ്ങിയിട്ട് പറയണേ ഡയാലിസിസ് ചെയ്യുന്ന രോഗിനെ നിർത്തിക്കളാൻ. ഒരു സാധാരണക്കാരൻ ഓനല്ലേ പല പരീക്ഷണ വസ്തു വെക്കാൻ പറ്റുള്ളൂ. ഇയാൾ എന്താ പറയേണ്ടത്? അങ്ങനെ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് കിഡ്നി മാറ്റി വെക്കലാണ്. സത്താറെ ഉസ്താദിന്റെ കുട്ടി പോയി കണ്ട കിഡ്നിയൊക്കെ ഒന്ന് മാറ്റി വെച്ചാളി. എന്നാൽ കുറച്ചു കാലമൊക്കെ അല്ലാതെ തോഫിക്കുണ്ട് ജീവിക്കാം. അതിന് പറ്റിയ ഹോസ്പിറ്റൽ ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ തന്നെ ഇപ്പോൾ 1.5 മാസം ആശുപത്രിയിൽ കിടന്നിട്ടായി വരുന്നത്. എനിക്ക് മനസ്സിലായി ഈ കറാമത്തൊന്നും നടക്കൂല എന്നുള്ളത്. അതുകൊണ്ട് എളുപ്പം പോയി കണ്ട് ആശുപത്രിയിൽ പോയി ചികിത്സിച്ചോ എന്നല്ല ഇയാൾ പറയേണ്ടത്. പറഞ്ഞില്ല, അവിടെ കറാമത്തിന്റെ കച്ചവടം. കാരണം ഏതോ ഒരു സാധാരണക്കാരനായാലും മോയിന്ത് സത്താറുള്ളത്. എന്നാൽ ഇവലെ കൂട്ടത്തിൽപ്പെട്ട വലിയ വലിയ പണ്ഡിതന്മാർക്ക് കിഡ്നി രോഗം വന്നാലോ അപ്പൊ മാറ്റിയേക്കാൻ പറയും. കാരണം സാധാരണക്കാരന്റെ ജീവിതം കൊണ്ടല്ലേ, ഓന്റെ വിശ്വാസം കൊണ്ടല്ലേ ഇവർക്ക് കളിക്കാൻ പറ്റുള്ളൂ. ഓന്റെ സമ്പത്ത് കൊണ്ടും ഓന്റെ വിശ്വാസം കൊണ്ടും ഓന്റെ ജീവിതം കൊണ്ടല്ലേ ഈ പുരോഹിതന്മാർക്ക് കളിക്കാൻ പറ്റുള്ളൂ. ഇവരെ കൂട്ടത്തിൽപ്പെട്ട അറിയപ്പെട്ട മുസ്ലിയാർക്ക് കിഡ്നി രോഗം വന്നു, ഡയാലിസിസിലായിരുന്നു. വടശ്ശേരി ഹസൻ മുസ്ലിയാര് അയാളോട് കാന്തപുരം പറഞ്ഞ് കിഡ്നി മാറ്റിച്ചാളാണ്. അവിടെ കറാമത്തൊന്നും കേട്ടോ കേട്ടോളി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. വടശ്ശേരി ഹസൻ മുസ്ലിയാരാണ് സംസാരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട ബഹുമാന്യരായ സമസ്ത കേരള സുന്നി ജമിയത്തുൽ മുഅല്ലിമീൻ മലപ്പുറം ജില്ലാ ഈസ്റ്റ് കമ്മിറ്റി ഭാരവാഹികളെ, നേതാക്കളെ, പ്രവർത്തകരെ, സഹപ്രവർത്തകരെ, ഈ കഴിഞ്ഞ 2-ാം തീയതി ഞാൻ കിഡ്നി മാറ്റിവെക്കലിന് വിധേയമാവുകയും അൽഹംദുലില്ലാഹ് ഇപ്പോൾ വളരെ ആരോഗ്യം തിരിച്ചു കിട്ടുകയും ചെയ്തിട്ടുണ്ട്. ഡയാലിസിസ് ഇപ്പോൾ ചെയ്യേണ്ട ആവശ്യമില്ല. എൻ്റെ ക്രിയാറ്റിൻ 1.1 എത്തി എന്ന് പറഞ്ഞാൽ സാധാരണ രൂപത്തിലേക്ക് തന്നെയായി. ഇങ്ങനെ ഒരു സാഹചര്യം ഇപ്പോൾ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല. 2 വർഷക്കാലം ഞാൻ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കിഡ്നി മാറ്റിവെക്കുന്നതിനെ പറ്റി ചിന്തിക്കുക പോലും ചെയ്തിരുന്നില്ല. 1 മാസം മുമ്പ് ഡോക്ടർ ഉമർ ഫാറൂഖ് കോട്ടുമലിൻ്റെ വീട് ഉദ്ഘാടനത്തിൽ പങ്കെടുത്തപ്പോൾ അവിടെ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ ഉണ്ടായിരുന്നു. സുൽത്താനുൽ ഉലമ എന്നെ കണ്ടപാട്, ഇനി നിങ്ങൾ ഈ ഡയാലിസുമായിട്ട് മുന്നോട്ട് പോകണ്ട, നമുക്ക് ആ കിഡ്നി വളരെ പെട്ടെന്ന് അങ്ങ് മാറ്റി വെക്കാമെന്ന് പറഞ്ഞു. വലിയ സാമ്പത്തിക ബാധ്യതയുള്ളൊരു സംഗതിയാണ്, ഭയങ്കര പ്രയാസമുള്ളൊരു വിഷയമാണ്. പക്ഷേ അങ്ങോട്ട് പറയാതെ ഉസ്താദ് കണ്ടപാട് ഇങ്ങോട്ട് നിർദ്ദേശിക്കുകയും ഞാനതിൽ ഖൈറ് കണ്ടിട്ടുണ്ട്, ഇനി വേണമെങ്കിൽ നിങ്ങളും കൂടി ഒന്ന് ഇസ്തിഖാറത്ത് ചെയ്താളി, അത് മാറ്റി വെച്ചാളി എന്ന് വീണ്ടും പറയുകയും കുറേ നേരം അന്തരിച്ച് തരികയും ചെയ്തപ്പോഴാണ് എനിക്ക് മനമാറ്റം വരികയും ഭാര്യയുമായി കൂടിയാലോചിച്ച് അവർ കിഡ്നി തരാൻ തയ്യാറാവുകയും അങ്ങനെ ഒരൊറ്റ മാസം കൊണ്ട് ഉസ്താദിൻ്റെ നിർദ്ദേശം കിട്ടിയ അന്ന് മുതൽ 1 മാസത്തിൻ്റെ ഉള്ളിൽ എല്ലാം ഭംഗിയായി നിർവഹിക്കപ്പെടുകയും ചെയ്തു. ഇപ്പോൾ സാധാരണ ഗതിയിലേക്ക് എൻ്റെ ജീവിതം മാറിയ സന്തോഷ വാർത്ത ഞാൻ നിങ്ങളെ അവരെ അറിയിക്കുകയാണ്. വടശ്ശേരി ഹസൻ മുസ്ലിയാർ 2 വർഷമായിട്ട് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കിഡ്നി വീക്കായിട്ട്. ഇവരെ 2ാം നിര പ്രഭാഷകരിൽപ്പെട്ട ഒരാളാട്ടോ വടശ്ശേരി ഹസൻ മുസ്ലിയാർ, സാധാരണക്കാരനല്ല. അപ്പൊ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ എവിടുന്ന് ഒരു ചടങ്ങെന്ന് കണ്ടപ്പോൾ പറഞ്ഞു, ഇനി ആ ഡയാലിസിസ് വേണ്ട, കിഡ്നി മാറ്റിയേക്കാനുള്ള ഏർപ്പാട് നോക്ക്, പൈസ നമുക്ക് സംഘടിപ്പിക്കാം. അങ്ങനെ കിഡ്നി മാറ്റിച്ച് വന്നതിന് ശേഷമുള്ള വോയിസ് ആണ് ഇപ്പത്. സത്താറിനോടെന്ന് പറഞ്ഞത് 1 വേണ്ട 3 വേണ്ട വേണ്ടാന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞാൽ പിന്നെ ഇല്ലാണ്ടായിക്കോളും. എന്നാൽ വടശ്ശേരിനോടും കാന്തപുരം അത് പറയണ്ടേ,
അവിടെ ശരി ഡയാലിസിസ് ഒക്കെ വേണ്ട, നിർത്തിക്കളി, ആ രോഗം ഞാൻ മാറ്റിയിരിക്കുന്നു, ഒരു തടവൽ കൊണ്ട്, ഒരു ദർശനം കൊണ്ട്, അല്ലെ ഒരു തലോടൽ കൊണ്ടൊക്കെയാണ് മാറ്റി കൊടുക്കണ്ടേ, കിഡ്നി മാറ്റിയേക്കാൻ നിൽക്കണം. അപ്പൊ ഈ നിയമങ്ങളും ഈ കറാമത്ത് കച്ചവടം ഈ വിശ്വാസ ചൂഷണങ്ങളൊക്കെ പാവപ്പെട്ടവരെ നേരിട്ട് അവർ ഉപയോഗിക്കുക. പാവപ്പെട്ടവനോട് പറയും ആ ജാറത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഏത് അസുഖം നുള്ളിയെടുക്കും, മറ്റേ വലിയ അടുത്ത് പോയി കഴിഞ്ഞാൽ ഒറ്റ വർത്താനം കൊണ്ട് അസുഖം മാറ്റും. എന്നിട്ട് ഇവർക്ക് അസുഖം വന്നു കഴിഞ്ഞാലോ ഇവർക്ക് ചെറിയൊരു മൂലക്കുരു വന്നാൽ മതി, അപ്പൊ പായി ഹോസ്പിറ്റലിലേക്ക്. അപ്പോൾ അവർക്ക് കറാമത്തുമില്ല, ജാറുമില്ല, വലിയുമില്ല, ഒന്നുമില്ല. ഇവിടെ വന്ന സ്വന്തം ജീവിതത്തിൽ ഇതൊക്കെ പ്രാവർത്തികമായി കാണിച്ചു കൊടുക്കുക സാധാരണക്കാർക്ക്. നിങ്ങൾ പോകല്ല ഹോസ്പിറ്റലിലേക്ക്. കാരണം സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ കൈയൊഴിഞ്ഞ പല കേസുകളും പല അസുഖങ്ങളും മാറ്റിക്കൊടുത്ത മഹാന്മാരായ വലിയകളും ജാറങ്ങളും നിങ്ങളെ കയ്യിലുണ്ടല്ലോ. പിന്നെ എന്തിനാണോ ലക്ഷക്കണക്കിന് റുപ്യ എണ്ണി കൊടുത്തിട്ട് നിങ്ങൾ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് പോകണത്? അതല്ലേ ഞങ്ങൾ ചോദിക്കണത്. ഇനി നിങ്ങളെ പല അസുഖങ്ങളും മാറില്ല. അങ്ങനെ കുത്തുബിയത്തുണ്ട്. ഡയാലിസിസ് ചെയ്യുന്ന സ്ഥിരമായി ഡയാലിസിസ് ചെയ്യുന്ന രോഗി, ആ രോഗി കുത്തുബിയത്തോട് ഡയാലിസിസ് ചെയ്യൽ നിർത്തി അസുഖം മാറി എന്നവർ പറഞ്ഞത് കേട്ടോളി. ഒരു സ്ഥലത്തൊരു ഉമ്മ ഉണ്ടായിരുന്നു, 73 വയസ്സായ ഉമ്മ. ആ ഉമ്മൻ്റെ മകനും ഒരാളും കൂടി ചാലിയത്ത് വന്നു. എന്നിട്ട് പറഞ്ഞ് എൻ്റെ ഉമ്മ വല്ലാത്ത വിഷമത്തിലാണ്, ഉമ്മാക്കിൻ്റെ കിഡ്നി രണ്ടും നഷ്ടപ്പെട്ടു പോയിന്, അതുകൊണ്ട് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ബേബിയിൽ നിന്നാണെന്ന് പറഞ്ഞ്. അപ്പോൾ 2 കൊല്ലമായിക്കണ് തുടങ്ങിയിട്ട്, ഇപ്പോൾ കൈയൊന്നും പൊക്കാൻ വയ്യ, കിടക്കുകയാണ്. ഇന്നെ നീ ചെയ്യണ്ട, ഞാൻ മരിച്ചു പോയിക്കോട്ടെ എന്ന് പറയുന്നത്, വേദന ആണ് കൈ. അതുകൊണ്ട് അതിനെന്തെങ്കിലും ഒരു പരിഹാരം എന്നുള്ളവർക്ക് നിങ്ങൾ വന്നിട്ട് ഒരു കുത്തുബിയത്ത് നടത്തി. കുത്തുബിയത്ത് എന്നാൽ കുത്തുബുൽ അഖ്താബ് തങ്ങളുടെ പേരിലുള്ള ഒരു മജ്‌ലിസാണ്. അപ്പം അങ്ങനെ കുത്തുബിയത്ത് എല്ലാം വേണ്ടി എന്നോട് പറഞ്ഞു. ഞാൻ കുറേ മടി പറഞ്ഞെങ്കിലും അവർ ആ മകൻ പിന്നെ വല്ലാതെ സങ്കടപ്പെട്ടപ്പോൾ ഞങ്ങൾ പോയി. ആ ഉമ്മക്ക് ഡയാലിസിസ് ചെയ്യണമെങ്കിൽ 2 കൊല്ലമാണ്. ഒരാഴ്ചയിൽ 2 എണ്ണം ചെയ്യണം, അല്ലെങ്കിൽ നിർബന്ധമായി 1 ചെയ്യണം. ചെയ്തില്ലെങ്കിൽ ശരീരത്തിൽ മൂത്രമൊന്നുമില്ല, ആ മൂത്രമൊക്കെ ശരീരത്തിൽ കണ്ട് കയറിയിട്ട് നീര് കെട്ടി ആൾക്ക് ശ്വാസം തന്നെ കിട്ടൂല. അങ്ങനെ കുത്തുബിയത്ത് ചൊല്ലിക്കഴിഞ്ഞ് പോന്നതാ, പിന്നെ ഡയാലിസിസ് ചെയ്തിട്ടില്ല. കേട്ടല്ലോ, ഏതോ ഒരു പാവ സ്ത്രീ 73 വയസ്സുള്ള പോലെ കെണിയിൽപ്പെട്ട ഒരു സാധു സ്ത്രീ, അതിന് കിഡ്നി പോയി ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് 2 വർഷമായിട്ട്. അങ്ങനെ ചാലിയത്ത് ഇയാളെ ദർശന്റെ അടുത്ത് വന്നിട്ട് കുത്തുബിയത്ത് ചൊല്ലിക്കാണ്ട് പിന്നെ ഡയാലിസിസ് ഒക്കെ നിർത്തിയെന്നാണ് പറയണത്. പരേതയുടെ എല്ലാ പാപങ്ങളും അല്ല പുറത്തു കൊടുക്കട്ടെ, എല്ലാ ബന്ധവും പറയാ. 2 കൊല്ലമായിട്ട് കിഡ്നി കേടായിട്ട് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ കുത്തുബിയത്തുകൊണ്ട് പിന്നെ ഡയാലിസിസ് നിർത്തിയെന്ന്. ഇവിടെ ഒന്നാ പിന്നെ നിങ്ങളെ പണ്ഡിതന്മാർക്കും നേതാക്കന്മാർക്കും കിഡ്നി രോഗം വരുമ്പോൾ നിങ്ങൾ ഇതിനെ കിഡ്നി മാറ്റിയേക്കാൻ വേണ്ടി പരക്കം പായണത്. നിങ്ങൾക്ക് എന്താ ഈ കുത്തുബിയത്തോണ്ട് നിങ്ങൾക്ക് കിഡ്നി രോഗം മാറൂലേ, തലച്ചോറിന്റെ രോഗം മാറൂലേ, കരൾ രോഗം മാറൂലേ, മൂലക്കുരു മാറൂലേ, ബ്രെയിൻ ട്യൂമർ മാറൂലേ, ബ്ലഡ് ക്യാൻസർ മാറൂലേ? ഇതൊന്നും നിങ്ങളെ കുത്തുബിയത്തോട് നിങ്ങളെ നേതാക്കന്മാർക്കും പണ്ഡിതന്മാർക്കും ഒന്നും മാറൂല. ഇതൊക്കെ സാധാരണക്കാരന് മാത്രമുള്ളതാ. നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടായിക്കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ പായോരോ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ തപ്പിയിട്ട് അവിടെ കിഡ്നി മാറ്റിയേക്കാനും കരൾ മാറ്റിയേക്കാനും. നിങ്ങൾ വിദേശത്തുള്ള ഡോക്ടർമാരുടെ വീഡിയോ ടെലികോൺഫറൻസ് ഒക്കെ നടത്തിയിട്ടുള്ള നിങ്ങൾ ട്രീറ്റ്മെന്റ് ചെയ്യണത്. നിങ്ങൾക്ക് ജാറുമില്ല, കറാമത്തുമില്ല, ഒലക്കിയില്ല, ഒന്നുമില്ല. ഇതൊക്കെ സാധാരണക്കാരന് പരീക്ഷിക്കാനുള്ളതാണ്. അവിടെയാണ് ഞങ്ങളെ പ്രശ്നം. അവിടെയാണ് കാന്തപുരത്തിന്റെ ആശുപത്രിവാസത്തെ ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. നിങ്ങളുടെ ഓരോ മൊല്ലമാരുടെയും ഈ കറാമത്ത് വളമ്പുന്ന ആൾക്കാരുടെ മാത്രമേ ഞങ്ങൾ ചോദ്യം ചെയ്യുള്ളൂ. സാധാരണക്കാരനെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. ഇത്രയും മുജാഹിദ് ബാലുശ്ശേരിയും പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ സമസ്തയിൽപ്പെട്ട എത്രയോ അനുയായികൾക്ക് എത്രയോ അസുഖങ്ങൾ വരുന്നു, അപകടങ്ങൾ വരുന്നു, അപകട മരണങ്ങൾ ഉണ്ടാകുന്നു. ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ബാലുശ്ശേരി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഈ വില കൂട്ടത്തപ്പെട്ട എത്ര പണ്ഡിതന്മാര് അപകടത്തിൽ മരിച്ചിട്ടുണ്ട്? ഇല്ലേ? ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇപ്പൊ കുറ്റ്യാടി പല സ്ഥാപനത്തിൽ 2 മുസ്ലിയാക്കന്മാരാണ് കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ, ആ പ്രളയത്തിന്റെ സമയത്ത് വെള്ളപ്പൊക്കത്ത് വിട്ട് മരിച്ചത്. ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞോ? ഞങ്ങൾ എന്തുകൊണ്ട് കാന്തപുരത്തെ പോലെയുള്ള അല്ലെങ്കിൽ ഈ പകരഹസനിയെ പോലെയുള്ള ആളുകൾക്ക് അസുഖം വന്ന് നിങ്ങൾ ഡോക്ടർമാരത് പോലെ ഞങ്ങൾ വിമർശിക്കും, ഇനിയും വിമർശിക്കും. അത് വിമർശിക്കാൻ ധാർമ്മികമായ അർഹത ഞങ്ങൾക്കുണ്ട്. കാരണം നിങ്ങൾ ഈ കൗമനതൊക്കെ പറഞ്ഞുകൊണ്ട് ജാറത്തിന്റെ കറാമത്തും വലിയന്റെ കറാമത്തും പറഞ്ഞ് പറ്റിക്കുന്ന ആൾക്കാരാണ്. അത് നിങ്ങളെ ജീവിതത്തിൽ ആദ്യം ഒന്ന് കാണിച്ചു കൊടുക്കി. നിങ്ങൾക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പായാൻ നിൽക്കല്ലേ, ജാറത്തങ്ങ് പോ. ഇതാണ് ഞങ്ങൾ പറയണത്. ഇത് പറയുമ്പോഴാ ട്രോളി ട്രോളി എന്ന് പറഞ്ഞാൽ കരയണത്. എന്നിട്ട് മറ്റേ മൊല്ല പറയാണ് മുജാഹിദ് ബാലുശ്ശേരി പണ്ഡിതന്മാരെയും ഔലിയാക്കളെയും ചീത്ത പറഞ്ഞ് ബാലുശ്ശേരിയുടെ തൊണ്ട പോയി എന്ന്. കേട്ടോളി, ഔലിയാക്കളെയും പണ്ഡിതന്മാരെയും ചീത്ത പറഞ്ഞ തെറി പറഞ്ഞ നാവാണ് പോയിരിക്കുന്നത്, സംസാരമാണ് നിലച്ചുകൊണ്ടിരിക്കുന്നത്, തൊണ്ടക്കാണ് കേടുവന്നിരിക്കുന്നത്. അതാണ് അല്ലാഹു തആല പറഞ്ഞത്, ഔലിയാക്കളെ പരിഹസിച്ചാൽ, ഔലിയാക്കളെ ചീത്ത പറഞ്ഞാൽ അവരോട് ഞാൻ യുദ്ധം ചെയ്യുമെന്ന്. യുദ്ധം ചെയ്യല് ഇങ്ങനെയൊക്കെ തന്നെയാണ്
മുജാഹിദ് ബാലുശ്ശേരി, താങ്കൾ ഇത് ശ്രദ്ധിക്കേണ്ടിയിരുന്നു. പണ്ഡിതന്മാരെയും ഔലിയാക്കളെയും ചീത്ത പറഞ്ഞ നാവ് താങ്കൾക്കിപ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സംസാരശേഷി അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്. തൊണ്ട കേടുവന്നുകൊണ്ടിരിക്കുകയാണ് എന്ന ബോധം ഇനിയെങ്കിലും നിങ്ങൾക്കുണ്ടാവുന്നത് നല്ലതാണ്. എന്താവോ എന്റെ ഭീഷണി? പണ്ഡിതന്മാരെയും ഔലിയാക്കളെയും ചീത്ത പറഞ്ഞ നാവ് മുജാഹിദ് ബാലുശ്ശേരി താങ്കൾ ശ്രദ്ധിക്കേണ്ടിയിരുന്നു. പല നേതാക്കന്മാരും പല പണ്ഡിതന്മാരെയൊക്കെ വിമർശിച്ചതാണ് ചീത്ത പറഞ്ഞു എന്ന് പറയുന്നത്. എന്താടോ നിങ്ങളെന്താ വിമർശനത്തിന് അതീതരാണോ? നിങ്ങളെ വിമർശിക്കാൻ പാടില്ല, നിങ്ങൾക്ക് ലോകത്തിലെല്ലാവരും വിമർശിക്കാം, അങ്ങനെ തന്നെ. നിങ്ങൾക്ക് എന്ത് അസുഖം വന്നാലും അതൊന്നും യാതൊരു പ്രശ്നവുമില്ല. ഒരു മുജാഹിദുകാരന് വല്ല അസുഖം വന്നു കഴിഞ്ഞാൽ അത് കുരുത്തക്കേട്. ആ കുരുത്തക്കേടിന്റെ കണ്ടെയ്നറായിട്ട് ഇങ്ങനെ നടക്കണം നിങ്ങൾ. കാരണം നിങ്ങളൊക്കെ ഇഷ്ടം പോലുള്ള സാധനമുള്ളത് അത് അത്യാവശ്യം വാരി കൂട്ടി വെച്ചിട്ടുണ്ടല്ലോ നിങ്ങൾ. കുരുത്തക്കേട് എന്ന സാധനം സ്വന്തം ഉസ്താദുമാരെ കാഫറാക്കിയിട്ടും സ്വന്തം ഉസ്താദുമാരെ തെറി പറഞ്ഞിട്ടും കുരുത്തക്കേട് എന്നുള്ള സാധനം നല്ലോണം വാങ്ങി കൂട്ടിയിട്ടുണ്ട്. അപ്പൊ അതെടുത്ത് എങ്ങനെ എറിയന്നെ? ആവശ്യമില്ലാത്തുള്ള എറിയന്നെ. ആർക്ക് എന്ത് അസുഖം വന്നാലും കുരുത്തക്കേട്. ഒരു മുജാഹിദ് പ്രവർത്തകന് ഒരു അപകടം വന്നു കഴിഞ്ഞാൽ കുരുത്തക്കേട്. ഇപ്പൊ ഞാനും തന്നെ 2 മാസം മുമ്പ് ഒരു ബസ് അപകടത്തിൽപ്പെട്ട് ബസ് മറിഞ്ഞ് എൻ്റെ കയ്യിൻ്റെ എല്ലൊക്കെ പൊട്ടി സർജറി കഴിഞ്ഞ് ഖത്തറല്ലാ അൽഹംദുലില്ലാ സുഖമായിരിക്കുകയാണ്. ആ ബസ് അപകടത്തിൽ 75ഓളം ആളുകൾക്ക് പരിക്കുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് പരിക്ക് പറ്റിയത് മാത്രം എൻ്റെ നാട്ടിലുള്ള കാന്തപുരത്തിന്റെ അനുയായികളിൽപ്പെട്ട ചില ഖുറാഫികൾ, ചില തീവ്ര ഖുറാഫികൾ അത് ആഘോഷിച്ചു എന്നാണ് എനിക്ക് കിട്ടിയ വിവരം. ഒരു കുരുത്തക്കേടാണ്. ബാക്കിയുള്ള 75 ആൾക്കാർക്ക് പരിക്ക് പറ്റിയതോ അത് നേരെ തല കുത്തനായിട്ട് അവർ വ്യാഖ്യാനിക്കുക. അങ്ങനെയാണ് നമ്മുടെ സ്വഭാവം. ഒരു ബസ് അപകടത്തിൽപ്പെട്ടിട്ട് ഒരു മുജാഹിദുകാരുണ്ടെങ്കിൽ ഓന് കുരുത്തക്കേട്. ഓനെ കയ്യെ പൊട്ടിയിട്ടുണ്ടാവുള്ളൂ ചിലപ്പോൾ, അല്ലെങ്കിൽ ഓൻ്റെ കാലിൻ്റെ എല്ല് പൊട്ടിയിട്ടുണ്ടാവുള്ളൂ. ബാക്കിയുള്ള ആൾക്കാർ ചിലപ്പോൾ നട്ടെല്ല് പൊട്ടി താഴ്ന്നു കിടക്കുക. അപ്പം എന്ത് പറയും? അത് മഹാന്മാരുടെ ഹക്ക് ജാഗ് ബർക്കത്ത് കൊണ്ട്, മടവൂരിന്റെ കറാമത്ത് കൊണ്ട്, മമ്പറത്ത് തങ്ങളെ കറാമത്ത് കൊണ്ട് നട്ടെല്ലല്ലേ പൊട്ടിയിട്ടുള്ളൂ, ജീവൻ പോയിട്ടില്ലല്ലോ എന്നറിയും. ഒരു മുജാഹിദാന്റെ കൈ പൊട്ടിക്കഴിഞ്ഞാലോ ഓന് കുരുത്തക്കേട്. അങ്ങനെ കുരുത്തക്കേട് കാട്ടി പേടിപ്പിക്കാൻ തുടങ്ങിയിട്ട് 1 നൂറ്റാണ്ട് കാലായി. ഈ സമസ്ത രൂപീകരിച്ച അന്ന് തുടങ്ങിയതാ ഈ കറാമത്തും കുരുത്തക്കേടും കാട്ടിയിട്ട് ജനങ്ങളെ വർപ്പിക്കാൻ തുടങ്ങിയിട്ട്. പക്ഷെ കാലം പോയത് ഈ കുഞ്ഞാപ്പോൾ അറിഞ്ഞിട്ടില്ല. 101 നൂറ്റാണ്ട് സമസ്ത ഇവിടെ രൂപീകരിച്ചിട്ട്. ഇതിനിടയിൽ പാലത്തിന്റെ അടിയിൽ കൂടി വെള്ളം കുറെ ഒലിച്ചു പോയിട്ടുണ്ട്. ജനങ്ങൾക്ക് നേരം വെളുത്തിട്ടുണ്ട്. ഇവരിൽപ്പെട്ട ചില പുരോഹിതന്മാർക്ക് മാത്രമേ നേരം വെളുക്കാത്തതുള്ളൂ. ഇവരിങ്ങനെ ജനങ്ങൾക്ക് നേരം വെളുത്താലും ഞങ്ങൾക്ക് നേരം വെളുക്കൂല അറിഞ്ഞിരിക്കുകയാണ്. നിന്റെ കൂട്ടിലെ പൂവൻ കോഴി കൂവിയാല് എനിക്ക് നേരം വെളുക്കുള്ളൂ എന്ന് പറഞ്ഞ് വാശം പിടിച്ച് കിടക്കണ പോലെ. അങ്ങനെ 8 മൂടി പൊതച്ച് കിടന്നുറങ്ങിക്കഴിഞ്ഞാല് കിടക്കപ്പായിൽ കിടന്നു മുള്ളേണ്ടി വരും മൊല്ലമാരെ. വേറെ ഒന്നും സംഭവിക്കാൻ പോകില്ല സമുദായത്തിന്. കുരുത്തക്കേടും പറഞ്ഞ് ഏത് കാലത്ത് അവര് ജീവിക്കണേ? ഇവരെ കൂട്ടപ്പെട്ട പല ആൾക്കാരനെ പറഞ്ഞു തുടങ്ങി ആ കുരുത്തക്കേട് പറഞ്ഞിട്ടുള്ള കളിഞ്ഞി നടക്കൂല എന്നുള്ളത്. ഇവരെ കൂട്ടപ്പെട്ട ഒരു സഖാഫി പറഞ്ഞു നോക്കാണ്. അതേപോലെ തന്നെ ഇത്തരം ചില ആളുകൾ ഗുരുത്തക്കേട് കൊടുക്കുന്ന ആളുകളുണ്ട്. കാരണം സ്വാഭാവികമായി ഞാൻ പറഞ്ഞ പോലെ നമ്മളെ വിമർശിക്കുന്ന ആളുകളിൽ ആർക്കെങ്കിലും ഒരു ആക്സിഡന്റ് സംഭവിച്ചാൽ അത് എന്റെ ഒരു കുരുത്തക്കേടാണ്, എന്നെ വിമർശിച്ചതിന്റെ പേരിൽ സംഭവിച്ചതാണ്. അത് വിമർശിച്ചിട്ടില്ലെങ്കിലും ഒരു പക്ഷെ അങ്ങനെ സംഭവിക്കാനുള്ള സാഹചര്യമുണ്ട്, സാധ്യതയുണ്ട്. കേട്ടില്ലേ? ചെവിട് തുറന്നു വെച്ച് കേട്ടോ കാന്തപുരത്തിന്റെ കുഞ്ഞാടുകളെ. ഇത്ര ഞങ്ങൾക്ക് പറയാനുള്ളൂ. മുജാഹിദ് ബാലുശ്ശേരിയുടെ അസുഖം കാന്തപുരത്തിന്റെ കുരുത്തക്കേടാന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയുടെ ആഘോഷിക്കുന്ന കുഞ്ഞാടുകളോട് പറയാനുള്ളതാണ്. ഇത്രേ പറയാനുള്ളൂ. മനസ്സിലായോ? ഇതിപ്പോ കുരുവട്ടൂരികളോട് മറുപടി അറിഞ്ഞാട്ടാ. കുരുവട്ടൂര് ഹാഫിലിനെ കുറിച്ച് അങ്ങനെ ഒരു വാദമുണ്ട്. കുരുത്തക്കേട് വാങ്ങി വിമർശിച്ച് കഴിഞ്ഞാൽ കുരുത്തക്കേട് കിട്ടുന്നുള്ളത്. അപ്പൊ മറുപടി കൊടുത്താണ് ഈ കുരുത്തക്കേട് എന്നുള്ള സംഗതി മേടിപ്പിക്കാൻ നിൽക്കണ്ട. നിങ്ങളെ നേതാക്കന്മാരെ വിമർശിച്ചാൽ കുരുത്തക്കേട്, അത് വിമർശിച്ചില്ലെങ്കിൽ സംഭവിക്കാനുള്ളത് സംഭവിക്കും. ഇത്രേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. അപ്പൊ കുരുത്തക്കേടെന്ന് പറഞ്ഞാൽ ആഘോഷിക്കാൻ നിൽക്കണ്ട. മനസ്സിലായോ? നീ അങ്ങനെ പണ്ഡിതന്മാരെ നേതാക്കന്മാരെ വിമർശിച്ചു കഴിഞ്ഞാൽ കുരുത്തക്കേട് തട്ടുമെങ്കിൽ ആദ്യം തട്ടേണ്ടത് കാന്തപുരത്തിനാണ്. മനസ്സിലായോ? കാന്തപുരത്തിന് തട്ടിയിട്ട് ബാക്കിയുള്ളവർക്ക് മുഴുവൻ തട്ടുള്ളൂ. കാരണം അത്രത്തോളം സ്വന്തം ഉസ്താദുമാരും സമസ്തന്റെ നേതാക്കന്മാരും കാന്തപുരം എന്തൊക്കെയോ പറഞ്ഞിരുന്നു എന്നുള്ളത് ഇവരെന്നെ പറയട്ടെ. മഹാനായ ശൈഖുനാ ശംസുൽ ഉലമയെയും മഹാനായ റഈസുൽ മുഹഖഖീൻ കണ്യത്ത് ഉസ്താദിനെയും എന്താ അയാൾ പറഞ്ഞിരുന്നറിയോ? കുഞ്ചാക്കാണ്, മന്ദബുദ്ധിയാണ്, അത്തുംബുദ്ധിയാണ് എന്ന് പറഞ്ഞ് പരിഹസിച്ച് ഇവിടുത്തെ പാവപ്പെട്ട മുത്തഅല്ലിമീങ്ങളെയും ആലിമീങ്ങളെ കൊണ്ടൊക്കെ ആ മഹാനായ പണ്ഡിതനെതിരാക്കി കബലകളിലും പൊതുവേദികളിലൊക്കെ വളരെ നിസ്സാരപ്പെടുത്തി അദ്ദേഹത്തിന്റെ പ്രാസംഗികന്മാരെ കൊണ്ട് പ്രസംഗിപ്പിച്ച് മാത്രമല്ല മഹാനായ സുൽത്താൻ ആരിഫീൻ ശംസുൽ ഉലമ ശൈഖുനാ റളിയല്ലാഹു അൻഹു മഹാനവറുകളെ ആ അദ്ദേഹം എഴുതി അദ്ദേഹം നടത്തുന്ന ഒരു നടക്കാവിലെ വാറോലുണ്ട്, ഒരു നോട്ടീസ് സിറാജ് പത്രം. അതിൽ ജൂത പണ്ഡിതൻ എന്നിവരെ ശൈഖുനാ ശംസുൽ ഉലമയുടെ ഒരു ശിഷ്യനെ കൊണ്ട് എഴുതിച്ച ആ മാന്യവ്യക്തി മാപ്പർഹിക്കുന്നില്ല. എന്താണോ ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? കുരുത്തക്കേടില്ലേ കാന്തപുരത്തിന്? ഇതിനൊക്കെ കേരളം സാക്ഷിയായതാ.
കണ്ണിയത്തിനെ കുറിച്ചും E.K. അബൂബക്കർ മുസ്ലിയാരെ കുറിച്ചും ഉപ്പും ചാക്ക് അത്തും പിത്തും ബാധിച്ചവൻ മന്ദബുദ്ധി എന്നൊക്കെ പറഞ്ഞു. E.K.നെ ജൂത പണ്ഡിതെന്ന് വിളിച്ചു. കാന്തപുരത്തിന്റെ നേതൃത്വത്തിൽ സംഭവിച്ചതാണ് കേരളത്തില്. ആർക്കും ആദ്യം കുരുത്തക്കെട്ടേണ്ടത്? ഇവലെ വലിയ നേതാവായി E.K.നെ കുറിച്ച് ഇവലെ ഉള്ളാൾ തങ്ങൾ പറഞ്ഞത് കാഫിർ എന്നാ പറഞ്ഞത്. ആർക്കാ കുരുത്തക്കെട്ടേണ്ടത്? എന്താ ഉള്ളാൾ തങ്ങൾ കുരുത്തക്കെടും തൊട്ടൂലേ? അത് വിവാദമായപ്പോ പറഞ്ഞു ഞാൻ പറഞ്ഞല്ല മടവൂര് പറഞ്ഞാണ്. മടവൂരിന്റെ തലയ്ക്ക് പിന്നെ എന്തുള്ളാലോ, പിരാന്തനാണല്ലോ, ചോദിക്കാനും പറയാനും ആരുമില്ലല്ലോ. അപ്പൊ എന്താ മടവൂരിന് കുരുത്തക്കേട് കിട്ടൂലേ? ഈ കുരുത്തക്കേട് എന്നുള്ള സാധനം മുജാഹിദർക്ക് മാത്രം തട്ടുന്ന സാധനം തന്നെ. ഇനിയിപ്പോ അങ്ങനെ കാന്തപുരത്തിനെ വിമർശിച്ചവർക്ക് മുഴുവനും കുരുത്തക്കേട് തട്ടുമെങ്കിൽ ആദ്യം തട്ടേണ്ടത് കാരന്തൂർ മർക്കസിൽ നിന്നും സഖാഫി ബിരുദം എടുത്ത ചില സഖാഫിമാർക്കാണ്. കാന്തപുരത്തിന്റെ കൂടെ വർഷങ്ങളോളം തോളുരുമ്മി നടന്ന സന്തത സഹചാരികളായി നടന്ന ശിഷ്യന്മാരായ സഖാഫികള് കാന്തപുരത്തിനെ കുറിച്ച് എന്തു പറയുന്നു പറയട്ടെ. മക്കൾ ഇവിടെ ജീവിക്കുന്നത് AP കൊണ്ടല്ലെങ്കിൽ AP ജീവിക്കുന്നത് യതീ മക്കളെ കൊണ്ടാണ് എന്നത് എല്ലാവർക്കും അറിയുന്ന വസ്തുതയാണ്. ആ മക്കളില്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? എന്നാൽ വിശുദ്ധ ഖുർആൻ കള്ളന്മാരെ എണ്ണി പറയുന്ന ഒരു ഭാഗമുണ്ട്. ദീനിലെ കള്ളന്മാരെ തുറന്നു പറയുന്ന ഒരു ഭാഗമുണ്ട്. എന്ന് പറഞ്ഞുകൊണ്ടാണ് കള്ളന്മാരെ പട്ടിക തന്നെ തുടങ്ങുന്നത്. യതീമിന്റെ പേരിൽ പിരിച്ചെടുക്കലല്ല യതീമിനെ പരിപാലിക്കൽ. യതീമിന്റെ പേരിൽ പിരിച്ചെടുത്ത് ശീതീകരിച്ച റൂമിൽ കിടന്നുറങ്ങലല്ല യതീമിനെ പരിപാലിക്കൽ. നാം ഇത് പറയുമ്പോൾ സാധാരണഗതിയിൽ അവർ നമ്മോട് പറയാനുള്ള മറുപടി പ്രസംഗത്തിൽ ഉന്നയിക്കാനുള്ള ബഹുമാനപ്പെട്ട ഉസ്താദിനെ കൊണ്ട് ആയിരക്കണക്കിന് യതീമക്കൾ ഇവിടെ ജീവിക്കുന്നുണ്ട്, എന്തിനാ നിങ്ങൾ ആ യതീമിന്റെ അന്നം മുടക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഈ യതീമിനെ ഇവിടെ പരിപാലിക്കുന്നതും സംരക്ഷിക്കുന്നതും ഉസ്താദാണ് എന്ന വാദമൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾക്കറിയാം ഈ യതീമിനെ സംരക്ഷിക്കുന്നത് ഖാലിഖാകുന്ന അല്ലാഹുവാണ്. AP കൊണ്ടല്ല യതീമക്കൾ ജീവിക്കുന്നത് എല്ലാവർക്കും അറിയാം. പക്ഷേ അള്ളാഹുവിനെ അറിയുന്ന ഒരു സത്യമുണ്ട്, ഔലിയാക്കൾക്ക് അറിയുന്ന സത്യമുണ്ട്, ലോകത്ത് ചരിത്ര ബോധമുള്ള എല്ലാവർക്കും അറിയുന്ന ഒരു സത്യമുണ്ട്. യതീമക്കൾ ഇവിടെ ജീവിക്കുന്നത് AP കൊണ്ടല്ലെങ്കിൽ AP ജീവിക്കുന്നത് യതീമക്കളെ കൊണ്ടാണ് എന്നത് എല്ലാവർക്കും അറിയുന്ന വസ്തുതയാണ്. ആ മക്കളില്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? അത് പറഞ്ഞിട്ടല്ലേ കരയാറുള്ളത്, അത് പറഞ്ഞിട്ടല്ലേ പിരിക്കാറുള്ളത്. ആ പാവം മക്കളെ കാണിച്ചു കൊടുത്തിട്ട് സ്കൂൾ മുറ്റത്തേക്ക് കടന്നു വന്ന വാപ്പയുള്ള മക്കളെ ഫോട്ടോ വരെ പിടിച്ചിട്ട് യതീം മക്കളാണ് എന്ന് അറബികൾക്ക് മുമ്പിൽ നിങ്ങൾ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ടില്ലേ? എങ്ങനെയുണ്ടോ? സാധാരണ കാന്തപുരത്തിന്റെ അനുയായികളെ മൂപ്പരെ വാഴ്ത്തി പറയാൻ വേണ്ടി പറഞ്ഞ വർത്താനാണ് ഉസ്താദ് അവറുകൾ എത്രയായിരം യതീം മക്കളെയാണ് പോറ്റി വളർത്തുന്നത്. അതിന് മറുപടി സ്വന്തം ശിഷ്യം പറയണത് കാന്തപുരത്തിനെ കൊണ്ടല്ല യതീമക്കൾ ജീവിക്കണത്, യതീമക്കളെ കൊണ്ട് കാന്തപുരാണ് ജീവിക്കണത്. മനസ്സിലായോ? ഇതിന് കുരുത്തക്കേടൊന്നുമില്ല, തട്ടൂലേ? ഇത് മുജാഹിദർക്ക് മാത്രം തട്ടുന്ന സാധന കുരുത്തക്കേട് പറ ഖുറാഫി. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കിടന്ന് ചേരക്കുന്ന മൊല്ലമാരും അല്ലാത്തവരുമായ കാന്തപുരത്തിന്റെ കുഞ്ഞാടുകളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ആ കുരുത്തക്കേടിന്റെ ഓലപ്പാമ്പും കാട്ടി ഇങ്ങോട്ട് വിറപ്പിക്കാൻ വരണ്ട. അത് 8 മടക്കി ട്രൗസറും പോക്കറ്റ് കണ്ട് വെച്ചാളാ. ഇനിയും ഞങ്ങൾ വിമർശിക്കും. കാന്തപുരത്തിന് അസുഖം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ കറാമത്തുകൾ പറയുന്ന, കറാമത്തുകൾ പ്രചരിപ്പിക്കുന്ന ആളുകൾക്ക് അസുഖം വന്നു കഴിഞ്ഞ് ആശുപത്രിയിൽ പോയി ചികിത്സിച്ചാൽ ഞങ്ങൾ ചോദിക്കും, എടോ നിങ്ങളെ ജാറ അവിടെ അല്ലേ? സഡൻലി ഉത്തരം കിട്ടുന്ന ജാറല്ലേ, പിന്നെ എന്തിനാണെങ്കിലും ആശുപത്രിയിൽ പോയി നിങ്ങൾ ചോദിക്കും. അത് ചോദിക്കാനുള്ള ധാർമ്മികമായ അവകാശവും അർഹതയും ഞങ്ങൾക്കുണ്ട്. അത് ചോദിക്കുമ്പോൾ ഞങ്ങളെ മക്കിട്ട് കയറാൻ നിൽക്കണ്ട. നിങ്ങൾക്ക് ബാലുശ്ശേരിയെ വിമർശിക്കാം, ഞങ്ങളെ വിമർശിക്കാം. എങ്ങനെ? ഞങ്ങൾ പറയുകയാണ്, അല്ലെങ്കിൽ ബാലുശ്ശേരി പ്രസംഗിക്കുകയാണ്, ഇവിടുത്തെ മുജാഹിദിന്റെ പണ്ഡിതന്മാർ എന്ന് പറഞ്ഞാൽ വലിയ വലിയ കറാമത്തിന്റെ ഉടമകളാണ്, അവരെന്ന് നോക്കിയാൽ അസുഖം മാറും, അവരെടുത്ത് പോയി കഴിഞ്ഞാൽ ആ അസുഖം വേണ്ട എന്ന് അവർ പറഞ്ഞാൽ അസുഖം മാറും. അവർ ക്യാൻസർ മാറ്റി, അവർ കിഡ്നി രോഗം മാറ്റി, കരൾ രോഗം മാറ്റി, ബ്ലഡ് ക്യാൻസർ മാറ്റി, ആ രോഗം മാറ്റി, ഈ രോഗം മാറ്റി, മരിച്ച ആളുകളെ ജീവിപ്പിച്ചു എന്നൊക്കെ ബാലുശ്ശേരി മുജാഹിദ് പണ്ഡിതന്മാരെ കുറിച്ച് പ്രസംഗിക്കുകയും എന്നിട്ട് ബാലുശ്ശേരിക്ക് അസുഖം വന്ന് ആശുപത്രിയിൽ പോവുകയും ചെയ്താൽ നിങ്ങൾക്ക് വിമർശിക്കാം. അല്ലാത്തടത്തോളം കാലം ബാലുശ്ശേരിയെയോ മുജാഹിദ് പ്രവർത്തകരെയോ വിമർശിക്കാൻ നിങ്ങൾക്ക് അധികാരമില്ല. കാരണം ഞങ്ങൾക്കറിയാം, മനുഷ്യനായി കഴിഞ്ഞാൽ അസുഖം വരും. അസുഖം വന്നു കഴിഞ്ഞാൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം, അനുവദനീയമായ ചികിത്സകൾ തേടണം. അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഞങ്ങള്.
നിങ്ങൾ ചെയ്യുന്നത് അനുവദനീയമല്ലാത്ത ചികിത്സകളാണ് തേടുന്നത്. നിങ്ങൾ ഈ കള്ള കറാമത്തുകളും കള്ളചാരങ്ങളും അവിടെ പോയി കഴിഞ്ഞാൽ ലോകത്തുള്ള എല്ലാ അസുഖങ്ങളും മാറും. അള്ളാഹിനോട് ചോദിച്ചാൽ കിട്ടിയാൽ കിട്ടി, ഔലിയാന്റെ അടുത്ത് പോയി ചോദിച്ചാൽ അപ്പം തന്നെ കിട്ടും എന്ന് പ്രസംഗിക്കുന്ന നിങ്ങൾ ആശുപത്രിയിൽ പോകാനേ പാടില്ല. ന്യായമല്ലേ ഞങ്ങളുടെ നിലപാട്? അല്ലേ? അപ്പൊ കൂടുതൽ പറയിപ്പിക്കണ്ട. ഇനി ഒരുപാട് സംഗതികൾ ഞങ്ങൾക്ക് പറയാനുള്ളൂ, എണ്ണി പറയാണ്ട്. തൽക്കാലം ഈ ഡോസ് മതിയാകുമെന്ന് വിചാരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.